എനിക്കാകെ ചെയ്യാൻ പറ്റുന്നത് എന്താ? ഞാനാകെ അവിടെ ഇരുന്നു കൊണ്ട് കയ്യിലിരുന്ന തസ്ബീഹ് മറിച്ചുകൊണ്ടിരുന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി മുറാദി. ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കാനല്ലാതെ മറ്റൊന്നും പറ്റുന്നില്ല. ഊമബാബു എന്ന് പറയുന്ന ആ കേസിലെ പ്രധാന പ്രതിയുടെ അനുജനാണ് അവൻ. ഊമബാബു എന്ന് പറയുന്നവൻ ഇങ്ങനെ പറയുന്നു, ഇവനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് എന്തൊക്കെ ചെയ്തിട്ടാ കൊണ്ട് കേട്ടിയിരിക്കുന്നത്. എല്ലാരും ഇങ്ങനെ നിൽക്കുകയാ. എന്റെ വക്കീൽ അക്ബർ അലിയുടെ മുഖം നോക്കിയാൽ കറുത്തവാവ് പോലെ കറുത്തിരിക്കുകയാ. എല്ലാരും പേടിച്ചു നിൽക്കുകയാ. ഇവനെങ്ങാനും കോടതിയിൽ പോയി പറഞ്ഞ പച്ചക്കള്ളം ഇവൻ ഇവിടെ വീണ്ടും അങ്ങ് പറഞ്ഞാൽ അബ്ദുൽ നാസർ മഅദനി പിന്നെ പുറം ലോകം കാണില്ല മക്കളെ, ഒരിക്കലും പുറം ലോകം കാണില്ല. മനാഫ് കയറുകയാ, ചവിട്ടുപിടികൾ കയറി പ്രതിക്കൂട്ടിലേക്ക് കയറുകയാ. എല്ലാ നെഞ്ചുകളും ഇടിച്ചുകൊണ്ടിരിക്കുകയാ. എന്റെ ചുണ്ട് സ്വലാത്ത് കൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാ. മനാഫിനോട് പ്രതിഭാഗം വക്കീല് പറയുന്നു, ചോദിക്കുന്നു, എന്താ പറയാനുള്ളത് പറ. മനാഫൊരൊറ്റ പറച്ചിലങ്ങ് പറയാ ജഡ്ജിയുടെ മുമ്പിൽ, അബ്ദുൽ നാസർ മഅദനി എനിക്കറിയില്ല, ഞാൻ അദ്ദേഹത്തെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. പ്രസംഗ വേദികളിൽ മാത്രം അദ്ദേഹം വളരെ ദൂരെ പ്രസംഗിക്കുന്നത് ദൂരെ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തില്. ഇതല്ലാതെ ഞാൻ അദ്ദേഹത്തോട് കണ്ടിട്ടില്ല, അദ്ദേഹത്തെ സംസാരിച്ചിട്ടില്ല. ആർമി രാജു ആരാണെന്ന് എനിക്കറിയില്ല. എന്നെ കൊണ്ടുപോയി ജയിലിലടയ്ക്കുമെന്ന് പീഡിപ്പിച്ചിട്ട് പോലീസ് എന്നെ കൊണ്ട് മൊഴി കൊടുപ്പിച്ചതാ. അങ്ങനെ പോലീസ് മൊഴി കൊടുപ്പിച്ചു. ഞാനിങ്ങനെ പേടിച്ചു മൊഴി കൊടുത്തു. 3 ദിവസം ഇപ്പോ എന്നെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചു. ഞാൻ മഅദനിക്കെതിരെ പറഞ്ഞാൽ എന്നെ ഗൾഫിൽ വിടാന്ന് പറഞ്ഞു. പറയാതെ പറഞ്ഞാൽ പറയുന്നതിന് വേണ്ടി എനിക്കിതേ ഒരു കെട്ട് നോട്ട് തന്നു. ഇറങ്ങുമ്പോൾ എന്റെ റബ്ബെന്നെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ശംഖുമുഖത്തൊരുമിച്ച് കൂടിയ 10,000 അഭിമുഖീകരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയപ്പോൾ വീണ്ടും അടുത്ത കുടുക്കും മെനയുന്നത് വരെ ഈ 3 കൊല്ലക്കാലം എനിക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ ഭാഗ്യം കിട്ടിയപ്പോൾ 10,000 അഭിമുഖീകരിച്ച് പ്രസംഗിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയപ്പോൾ എന്റെ ഹബീബിന്റെ പേരിൽ കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയപ്പോൾ എന്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ 3 കൊല്ലമെങ്കിലും കഴിയാൻ എനിക്ക് ഭാഗ്യം കിട്ടിയപ്പോൾ ഞാൻ വെളിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് മുരുകേശന്റെ അടുക്കൽ ഒരാൾ വന്നു. അതാരായിരുന്നു? ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ. ഒരു ദിവസം മുരുകേശൻ കോടതിയിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഒരു അസ്വസ്ഥത. റൂമിലേക്ക് കയറി ഒറ്റ ഛർദിൽ രക്തം ഛർദിച്ചു. ആള് ഫീസായി. അസ്റായീൽ ഇങ്ങനെയൊക്കെയാ. മഅദനിയാണോ ആദ്യം പോകുന്നത്, ഓംകാരയ്യാണോ ആദ്യം പോകുന്നത്, പടച്ചമ്പുരാനോ അസ്റായീലിനൊക്കെ അറിയില്ല ആരായിരിക്കും പോകുന്നത്. അപ്പൊ അതുകൊണ്ട് മക്കളെ ഇതൊന്നും വലിയ കാര്യമല്ല. ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ ശരീരവും മരണത്തിന് ചുറ്റും. എന്നിട്ട് വിജയിച്ചവരാരാ? ഒന്ന് ഓർത്തു നോക്കി ഇവരൊക്കെ എന്താ അവസ്ഥ, എന്ത് ഉത്തരവാദിത്വ ബോധമുള്ളത്. പ്രോസിക്യൂഷൻ പറഞ്ഞത് മൊത്തം അങ്ങ് എഴുതി വെച്ചിട്ട്, അതായത് മഅദനി കേരളത്തിന് പുറത്തു പോയിട്ടുള്ള കുറെ രേഖകളൊക്കെ ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷെ മഅദനി ഭയങ്കര ബുദ്ധിമാനാ. കേരള പോലീസിന്റെ സഹായമില്ലാതെ അവരെ പറ്റിച്ചിട്ട് മഅദനി കൊടകിൽ പോയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ കേരള പോലീസിന്റെ ഒരു അവസ്ഥ എന്താ നിങ്ങളൊന്ന് ഓർത്തു നോക്കി. ഞാൻ ഈ ഒറ്റക്കാലുമായിട്ട് കൊടകില് എന്റെ കൂടെയുള്ള 2 ഗൺമാന്മാരും എന്റെ കൂടെയുള്ള 4 ഹോംഗാർഡും എന്റെ 24 മണിക്കൂറും എന്നെ നിരീക്ഷിക്കുന്നവർ. ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി ഇന്നലെ ആ സാധനം കിട്ടിയപ്പോ. കേരളത്തിന് പുറത്ത് ഞാൻ പോയിട്ടുള്ളതിന്റെ ഡീറ്റെയിൽസ് വിവരാവകാശ നിയമപ്രകാരം ഹോം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയപ്പോ വായിച്ചപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്താ, ഇത്രാം തീയതി ഇത്ര മണിക്ക് മംഗലാപുരത്ത് അസീസിയ മെഡിക്കൽ കോളേജിന്റെ അസീസ് സാഹിബിന്റെ അത് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു, അബ്ദുൽ അസീസിന്റെ മകന്റെ കല്യാണത്തിന് മംഗലാപുരത്ത് പോയി മഅദനി. എന്നിട്ട് ഇന്ന ഹോട്ടലിൽ താമസിച്ചു, ഇന്ന വാഹനത്തിൽ പുറപ്പെട്ടു, എന്നിട്ട് ഇത്ര മണിക്ക് വീണ്ടും തിരിച്ച് എയർപോർട്ടിലെത്തി, ഇന്ന ഫ്ലൈറ്റിൽ തിരിച്ചെത്തി. അതുപോലെ മറ്റൊന്ന്, ഞാൻ കാസർഗോഡ് പ്രോഗ്രാമിന് പോയപ്പോൾ ഒരിക്കൽ മംഗലാപുരം എയർപോർട്ടിൽ ഇറങ്ങി. എത്ര മണിക്ക് ഏത് ഫ്ലൈറ്റ് നമ്പർ, കിങ് ഫിഷറിന്റെ ഇത്ര നമ്പർ ഫ്ലൈറ്റിൽ ഞാൻ ഇറങ്ങി. എന്നിട്ട് ഇന്ന കാറിൽ ഞാൻ കയറി, ആ കാറിൽ ഞാൻ ഇന്ന സ്ഥലം വരെ എത്തി, അവിടെ അല്പസമയം താമസിച്ചു, അവിടെ റെസ്റ്റ് എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഇന്ന സ്ഥലത്തേക്ക് പോയി, ഇന്ന വീട്ടിൽ അല്പസമയം താമസിച്ചു. എന്നിട്ട് കാസർഗോഡ് ടൗണിലെ പരിപാടി പങ്കെടുത്തു, രാത്രി ഇന്ന ഹോട്ടലിൽ താമസിച്ചു. പിറ്റേന്നുള്ള ആൾ ദർഗയിലേക്ക് ഇത്ര മണിക്കെത്തി, ഇത്ര മണിക്കുള്ള ആൾ ദർഗ സന്ദർശിച്ചു, അവിടെ നിന്ന് ഇത്ര മണിക്കൂറിനുള്ളിൽ മംഗലാപുരം എയർപോർട്ടിലെത്തി, ഇത്ര മണിയുടെ ഫ്ലൈറ്റിൽ ഞാൻ യാത്ര തിരിച്ചു. ഇത്ര കൃത്യമായിട്ട് ഞാൻ നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. ഞാൻ പോകുന്ന വണ്ടിയുടെ നമ്പർ
ഞാൻ പോയ ഫ്ലൈറ്റ് നമ്പർ, ഞാൻ താമസിച്ച വീട്, എത്ര സമയം താമസിച്ച്, എത്ര സമയം കഴിഞ്ഞ് എങ്ങോട്ട് പോയി, ഇത്ര കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുമ്പോൾ അവിടെ പ്രോസിക്യൂഷൻ ഇയാള് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ബുദ്ധിമാനാ, ചിലപ്പോൾ ഇവരെ ഇട്ടിട്ട് വേറെ പോയിട്ടുണ്ടാവും കുടലിലേക്ക്. അത് മൂപ്പരിന്ന് എഴുതി വെച്ചിരിക്കുന്നു. അത് എഴുതി വെച്ചത് പോട്ടെ എന്ന് വെക്കാം. എന്റെ കൂടെ ഒരു കാര്യം കൂടെ എഴുതി വെച്ചിരിക്കുന്നു. എന്താണെന്നറിയോ? അബ്ദുൽ നാസർ മദനി എന്ന് പറയുന്ന ഇയാളിന്റെ കാൽ ബോംബാക്രമണത്തിൽ തകർന്നത് കോയമ്പത്തൂർ ബോംബ് ബ്ലാസ്റ്റ് നടക്കുമ്പോഴാണ്. എഴുതി വെച്ചിരിക്കുക. ഇന്ന് തള്ളിയ ഓർഡറിലെ സി കെ അബ്ദുൽ അസീസ് ഫോണിലൂടെ എന്നെ വായിച്ച് കേൾപ്പിച്ചതാ ഞാൻ ഈ പറയുന്നത്. എന്റെ കാല് പോയത് കോയമ്പത്തൂർ ബ്ലാസ്റ്റിലാണ്. എന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട്. അപ്പൊ എത്ര നന്നായിട്ട് കാര്യം പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇനി എന്താ നടക്കാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. പിന്നെന്താ സംഭവം? ഇനി എന്താ നടക്കാൻ പോകുന്നത്? നടത്തിക്കോട്ടെ. പക്ഷേ ഒരു വിധി വരുന്നതിലല്ല മക്കളെ വിജയം. ഹൈക്കോടതിയിലെ ഒരു വിധി വരുന്നതിലല്ല വിജയം. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അല്ലാഹ് പറഞ്ഞ ഒരു വിജയമുണ്ട്. എന്താത്? നരകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ, നരകത്തിൽ നിന്ന് ആരെങ്കിലും ഒന്ന് മാറ്റി നിർത്തപ്പെട്ടാൽ, സ്വർഗത്തിലേക്ക് ആരെങ്കിലും ഒന്ന് പ്രവേശിക്കപ്പെട്ടാൽ ഫഖദ് ഫാസ, അവൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. ഇതാ എനിക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ദുനിയാവ് എന്താ മക്കളെ? അദ്ദുനിയാ കുല്ലുഹാ ജീഫ വത്താലിബുഹാ കിലാബ്. ദുനിയാവ് മൊത്തം ശവമാണ്, അതിന്റെ പുറകിന് നടക്കുന്നത് നായ. മുത്തോളി മുഹമ്മദ് മുസ്തഫ. ഈ ദുനിയാവാകുന്ന ശവത്തിന്, ഈ ദുനിയാവാകുന്ന അദ്ദുനിയാ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിരി, ഇരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് മൊത്തം ജയിലാണ് ദുനിയാവ്. ഓങ്കാരിക ഉൾപ്പെടെയുള്ള അവിശ്വാസികൾക്ക് സ്വർഗമാണ് ദുനിയാവ്. അപ്പൊ നമുക്കൊക്കെ ദുനിയാവ് ജയില. ആ ജയിലിനകത്ത് പിന്നൊരു ജയില്. ഇത്രയല്ലേ ഉള്ളൂ. അള്ളാന്റെ റസൂല് പറഞ്ഞ ദുനിയാവാകുന്ന ജയില്, അതിനകത്ത് വേറൊരു ജയില്. ഇത്രയല്ലേ ഉള്ളൂ. അത് വലിയ ആനക്കാര്യമല്ല. അതുകൊണ്ട് നമ്മളെ ഇങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ ആഗ്രഹിക്കുന്ന എന്താ? നമ്മുടെ മനസ്സിനെ തളർത്തുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിന്റെ ഗതി നശിപ്പിക്കുക എന്നത്, നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം നശിപ്പിക്കുക എന്നത്, നമ്മളെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും തകർക്കുക എന്നുള്ള. അങ്ങനെ ചെയ്യുമ്പോ നമ്മുടെ മനസ്സ് തളർന്നു പോയാൽ, ഞാനിത് വളരെ ഗൗരവത്തോടെ പറയുകയാ, ഈ വിഷയം വല്ലാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഹൃദയങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നു എന്ന് എനിക്കറിയാം. 3-4 ദിവസം മുമ്പ് ഒന്ന് വളരെ സന്തോഷത്തോടു കൂടി ഉസ്താദേ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് പോയ സഹോദരനെ ഇന്ന് ഞാൻ കാണുമ്പോൾ മനോനിലവിട്ട നിലയിലാ കാണുന്നത്. എറണാകുളത്ത് പള്ളുരുത്തിയിലെ സഹോദരൻ പണ്ടെന്ന് ജയിലിലടയ്ക്കപ്പെട്ടപ്പോൾ അപ്പോൾ അവന് ഭ്രാന്തായി. എന്നിട്ട് അവൻ ദീർഘകാലം ആ ഭ്രാന്തമായി നടന്നു. ഞാൻ ജയിൽ മോചിതനായപ്പോൾ അവന്റെ രോഗം മാറി. അവൻ സന്തോഷത്തോടെ വീണ്ടും ജീവിച്ചു. ഇപ്പതേ വീണ്ടും അവനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു മനോരോഗമായി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കാസർഗോഡ് എന്നുള്ള എന്റെ പ്രസംഗം പണ്ടെങ്ങോ 90-ന് മുമ്പ്, ISS-ന് മുമ്പ്, കാലുള്ളപ്പോഴ് ഓടി നടക്കുമ്പോഴ്, അന്നാണ് ഞാൻ ഉടുമ്പിൻ തലയിൽ പ്രസംഗിച്ചത്. പക്ഷേ അന്നത്തെ എന്റെ പ്രസംഗം കാരണം മനസ്സിൽ എന്നെ ഇഷ്ടപ്പെട്ട ആ പാവപ്പെട്ട സഹോദരി, 50 വയസ്സുള്ള ആ പാവപ്പെട്ട സഹോദരി ഇന്നലെ ഇവിടെ വരിക, ഗേറ്റിന്റെ മുമ്പിൽ വന്നിട്ട് കയറ്റി വിടുന്നില്ല. അവസാനം ആരുടെയൊക്കെയോ കാല് പിടിച്ച് അകത്ത് കയറി. ഇവിടെ വന്നപ്പോ അകത്ത് കയറ്റാൻ വേണ്ടി മുന്നിൽ വന്നവർ ചോദിച്ചു, ഏതെങ്കിലും ഒരു പിടിപ്പിന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആരെ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് പാർട്ടിയായിട്ടൊന്നും ഒരു ബന്ധമില്ല. പണ്ടെപ്പോഴോ ഉസ്താദ് വന്ന് പ്രസംഗിച്ച ഒരു പ്രസംഗം കേട്ടിട്ടുണ്ട്, പിന്നെ CD-യും കാണാറുണ്ട്. ഇപ്പൊ ഉസ്താദിന് ഈ അവസ്ഥ വന്നപ്പോ എന്റെ പെങ്ങളായത് മനോരോഗം പിടിച്ചതുപോലെ രാത്രി ഇറങ്ങി ഓടുക റെയിൽവേ സ്റ്റേഷനിലേക്ക്, അന്മാർശേരിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞ് കയറ്റിവിടാൻ പറഞ്ഞ് അകത്ത് വന്നപ്പോ പൊട്ടി കരയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എല്ലാവരും ഈ കാര്യത്തിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ജുമായിക്ക് പറഞ്ഞതുപോലെ മലപ്പുറംകാരനായ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയുന്നു, ഉസ്താദേ 10 ദിവസമായി വന്നിട്ട് മോളിപ്പം ആശുപത്രിയിലാ, ICU-ലാണ്, ഭീകരമായ അവസ്ഥയിലാവുള്ളത്, ഉസ്താദ് ഒന്ന് ദുആ ചെയ്യണം. ഞാൻ പറയുന്നു, പൊന്നുമോനെ നീ പോടാ, നീ പോയി മോളെടുത്ത് പോയിട്ട് നീ മോക്ക് സുഖമായിട്ട് വന്നാ മതി. അത് ഞാൻ പോവില്ല ഉസ്താദേ, എന്റെ മോൾ അവിടെ കിടന്ന്
വന്ന് മരിച്ചാലും ഉസ്താദിന്റെ കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. അവൻ ഇറങ്ങി ഓടുക ആ റൂമിൽ നിന്ന്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വന്നിട്ട് പറയുന്നു, ഭാര്യ ഫോൺ ചെയ്തു, ഒരു രക്ഷയില്ല, വല്ലാത്ത അവസ്ഥയില്ല. അവസാനം ഞാൻ അവനെ പിടിച്ചു നിർത്തിയിട്ട് വഴക്ക് പറഞ്ഞു. എന്റെ ഇഷ്ടവും സ്നേഹവും എന്നോടുള്ള സ്നേഹവുമാണ് നീ ഇവിടെ നിൽക്കുന്നതിന് കാരണമെങ്കിൽ ഞാനിപ്പോ ഇഷ്ടപ്പെടുന്നത് നീ നിന്റെ മോളുടെ അടുത്തേക്ക് പോകല, അതുകൊണ്ട് നീ പോ മോനെ, പോയിട്ട് നീ വാന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യയും മോളും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ ചെന്നെന്നെ കണ്ടപ്പോഴേ എന്റെ മോൾ അസുഖം മാറി, ഞാൻ എടുത്തുകൊണ്ട് വീണ്ടും വന്നിരിക്കുക, ഭാര്യയുണ്ട് കൂടെ. എന്നിട്ട് ആ ഭാര്യയും മോളെയും ഏകദേശം ഒരാഴ്ചയോളം ഇവിടെയുള്ള ഹിന്ദു സഹോദരിയോടൊപ്പമാണ് നിർത്തിയത്. വിലാസിനി എന്ന് പറയുന്ന ഈ തൊട്ടപ്പുറത്തുള്ള പാവപ്പെട്ട സഹോദരിയുടെ വീട്ടിൽ നിർത്തിയേക്കാ ഇവിടെ വന്നിരുന്നത്. അല്ലാഹു തആല ചെയ്തു തന്ന വലിയ നിഅമത്തായി. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, മനസ്സ് വിട്ടു പോകരുത്, മനസ്സ് വിട്ടു പോകരുത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. നമ്മൾ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ട്. മുൻകൂർ ജാമ്യത്തിന് തിങ്കളാഴ്ച കൊടുത്തിരിക്കുന്നത് വരെ കാത്തു നിൽക്കാനുള്ള വിവേകം കർണാടക പോലീസ് കാണിക്കുമോ എന്ന് നമുക്കറിയില്ല. അതേ അവിടുന്ന് കർണാടക പോലീസ് കൂട്ടിക്കൊണ്ടുപോകാൻ വരുമോ എന്നറിയില്ല. മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുമോ എന്ന് നമുക്കറിയില്ല. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമോ എന്ന് നമുക്കറിയില്ല. നമ്മുടെ പേരിൽ ഒരു കേസ് എടുത്താൽ യാഥാർത്ഥ്യബോധത്തോടെ ആ കേസിനെ നമ്മൾ കോടതികൾ വഴിയും അല്ലാതെയും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതാ. അതിന്റെ പേരിൽ ഒരു പക്ഷേ അബ്ദുന്നാസർ മഅ്ദനിക്ക് ബാംഗ്ലൂരിലേക്ക് പോകേണ്ടി വരും, കോടതിയുടെ മുമ്പിൽ ഹാജരാകേണ്ടി വരും, ചിലപ്പോൾ റിമാൻഡ് ചെയ്തു എന്നിരിക്കും, ചിലപ്പോൾ ജയിലിൽ പോയി എന്നിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അതൊന്നും ഒരു പരാജയമായിട്ട് നമ്മൾ കാണേണ്ട മക്കളെ. ആര് നരകത്തിൽ നിന്ന് മാറ്റപ്പെട്ടോ, നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ടോ, സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടോ, അവൻ വിജയിച്ചു. ആ ഭാഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. ആ വിജയമാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. അത് കിട്ടിയില്ലെങ്കിൽ പരാജയമാണ് മക്കളെ, അത് കിട്ടിയില്ലെങ്കിൽ പരാജയമാ. അതുകൊണ്ട് ഏത് നിമിഷമാണ് മരിക്കുന്നതെന്നറിയാത്ത, എപ്പോഴാണ് ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം അടുത്ത് വരുന്നതെന്നറിയാത്ത, എപ്പോഴാണ് ദുനിയാവിനോട് വേർപെടേണ്ടി വരുന്നതെന്നറിയാത്ത, ദുനിയാവിന്റെ നൈമഷികതകളെ നേരിടേണ്ടി വരുന്നത്, എപ്പോഴാണ് ഈ ദുനിയാവിനോട് വിട പറയേണ്ടി വരുന്നതെന്നറിയാത്ത നമ്മൾ ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് ഈമാൻ കാമിലായി മരിക്കാനുള്ള ഭാഗ്യം, ആ ഭാഗ്യത്തിന് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കണം. അങ്ങനെ നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കുമ്പോ നമസ്കരിക്കണം, ദിക്ർ ചൊല്ലണം, ഖുർആൻ ഓതണം, സ്വലാത്ത് ചൊല്ലണം, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് ചൊല്ലണം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കലല്ല വിശ്വാസിയുടെ പ്രത്യേകത. പ്രതിസന്ധി ഉണ്ടായില്ലെങ്കിൽ പിന്നെ വലിയ വിശ്വാസിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. വിശ്വാസി അല്ലാഹു തആല പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് പ്രതിസന്ധി ഉണ്ടാകാതിരിക്കലല്ല നമ്മുടെ പ്രത്യേകത. പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ ചങ്കുറപ്പോടെ നേരിടാൻ കഴിയുക എന്നുള്ളതാണ്. അത് ഞാൻ ആവർത്തിച്ച് എന്റെ സഹോദരങ്ങളോട് പറയുകയാണ്. ഞാനൊരു മുഅ്മിനായതിന്റെ പേരിൽ, ഞാനൊരു മുസ്ലിമായതിന്റെ പേരിൽ ആസാമിന്റെയും ഗുജറാത്തിന്റെയും ഭിവണ്ടിയുടെയും ജംഷഡ്പൂരിന്റെയും ഗുവാഹട്ടിയുടെയും വാരാണസിയുടെയും തെരുവാരങ്ങളിൽ വെട്ടിമുറിക്കപ്പെട്ട നിരപരാധികളെ പറ്റി ഞാൻ പ്രസംഗിച്ചു എന്നതിന്റെ പേരിലാണ് എങ്കിൽ, നിരപരാധികൾക്ക് വേണ്ടി ഞാൻ ശബ്ദിച്ചു എന്നതിന്റെ പേരിലാണെങ്കിൽ, സമുദായത്തിന്റെ ഇസ്സത്ത് നിലനിർത്താനും സമുദായത്തിൽ മാനഭംഗപ്പെടുത്തപ്പെടുന്ന പാവപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി ഞാൻ ശബ്ദിച്ചു എന്നതിന്റെ പേരിലാണെങ്കിൽ, അതിന്റെ പേരിൽ എന്നോട് തുടങ്ങിയ വിദ്വേഷമാ ഇവനൊക്കെ കൂടെ എന്നെ ചുട്ടുതിന്നാൻ ശ്രമിക്കുന്നതിന്റെ പേരിലുണ്ടത് എങ്കിൽ ഒരു മുസ്ലിമിന്റെ ഇസ്സത്ത് ഞാൻ നിലനിർത്തും മക്കളെ. ഈ തല ഞാൻ കുനിക്കില്ല മക്കളെ, ഈ ശ്രദ്ധ ഞാൻ കുനിക്കില്ല, ഈ ശ്രദ്ധ ഞാൻ കുനിക്കില്ല. നീണ്ട 10 വർഷക്കാലം കോയമ്പത്തൂരിലെ ഉൾപ്പെടെയുള്ളവന്മാർ എന്നെ വേഷം തന്നുൾപ്പെടെ കൊല്ലാൻ ശ്രമിച്ചിട്ടും ഒരുത്തന്റെ മുഖത്ത് നോക്കി ഞാൻ സാറെന്ന് വിളിച്ചിട്ടില്ല. ഇനി ഞാൻ വിളിക്കില്ല മക്കളെ, ഇനി ഞാൻ വിളിക്കില്ല. ഒരു ഭരണകൂട ഭീകരതയ്ക്കും ഞാൻ അടിമപ്പെടില്ല. ഞാൻ എന്റെ ശിരസ് കുനിക്കില്ല, എന്റെ ഒപ്പിനോടല്ലാതെ ഞാൻ ഒരുത്തന്റെ മുന്നിൽ കീഴ്പ്പെടില്ല. ഈ ശിരസ് ഇവിടേക്ക് നേരെയല്ലാതെ ഒരിടത്തും ഞാൻ കുനിക്കില്ല മക്കളെ, ഒരിടത്തും ഞാൻ കുനിക്കില്ല. അങ്ങനെ ഒരുത്തനും കരുതണ്ട. ഞാനൊരു വിശ്വാസിയായതിന്റെ പേരിലാണെങ്കിൽ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഉമ്മത്തുകളിൽപ്പെട്ടവനായതിന്റെ പേരിലാണെങ്കിൽ, എന്റെ സമുദായവും ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളും ഈ നാട്ടിലെ ദലിത് പിന്നോക്ക വിഭാഗങ്ങളും ഒക്കെ അനുഭവിച്ച പ്രശ്നങ്ങൾ ഞാൻ ഉറക്കെ പറഞ്ഞതിന്റെ പേരിലാണെങ്കിൽ, ഇതല്ലാതെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. എന്റെ കാല് മുറിക്കപ്പെട്ട, എന്റെ കാല് ബോംബേറ്റ് വീണ ഈ മണ്ണിന്റെ മുമ്പിലാണ് നിങ്ങളുള്ളത്. അൻവാർശേരിയിൽ ആ റോഡിലാ ഞാൻ പിടഞ്ഞു വീണത്. പക്ഷേ ഈ പരിസരത്ത് ഒരുത്തന്റെ കാലും അതുകൊണ്ട് മുറിക്കപ്പെട്ടില്ല. ആരുടെ നേരെയും ബോംബെറിഞ്ഞില്ല, ഒരു വീട്ടിൽ നേരെയും ബോംബെറിഞ്ഞില്ല.
എന്നെ ബോംബെറിഞ്ഞ് ഈ അൻവാർ ശൈലിയിലെ ആ കെട്ടിടത്തിന്റെ മുറിയിൽ വന്നിരുന്ന് എന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ച RSSകാരനായ പ്രതി, ആ ഒന്നാം പ്രതി ഉൾപ്പെടെയുള്ളവൻ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോ പോയിട്ട് ഇവരാരെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവർക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞ് അവര് ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള സമീപനം കോടതിയിൽ സ്വീകരിച്ചവനാ ഞാൻ. എന്നെയാണോ ഭീകരവാദിയാക്കുന്നത്? ഞാൻ ഭീകരവാദിയായാൽ ഈ ഇരിക്കുന്ന ആയുധങ്ങൾ ഭീകരവാദിയാകാതിരിക്കുമോ? ഞാൻ തീവ്രവാദിയായാൽ ഈ ഇരിക്കുന്ന ആയുധങ്ങൾ തീവ്രവാദികളാകാതിരിക്കുമോ? എനിക്കൊരു വിഷമം വന്നപ്പോൾ ഭ്രാന്ത് പിടിച്ചോടി നടക്കുന്ന ചെറുപ്പക്കാർ ഞാൻ തീവ്രവാദിയായാൽ എന്നോടൊപ്പം അവരും തീവ്രവാദികളാവില്ലേ? ഞാൻ മാത്രം അങ്ങനെ ഒരു തീവ്രവാദിയാകുന്നത്? എന്റെ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ, അതല്ലാതെ എന്നെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ, ഇവരിൽ ആരും തീവ്രവാദിയായില്ലല്ലോ. പിന്നെ ഞാൻ മാത്രം എങ്ങനെയാ തീവ്രവാദിയാകുന്നത്? ഞാൻ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് തടിയന്റെ ഇവിടെ നസീറുമായി ചേർന്ന് ഇന്ത്യൻ മുജാഹിദീന് സഹായം കൊടുത്തിട്ട് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ 35 കിലോ ഭാരമില്ലാത്ത ഒരുത്തന്റെ കൂടെ ചേർന്ന് ശ്രമിക്കുന്ന എന്തിനാ? ഈ ഇരിക്കുന്ന ആൺപിള്ളാരെ കൊണ്ട് പറഞ്ഞ് ചെറുപ്പത്തിൽ ശ്രമിപ്പിച്ചുകൂടെ? ഈ ഇരിക്കുന്ന ആൺപിള്ളാരോട് പറഞ്ഞുകൂടെ? പക്ഷെ ഞാനത് പറഞ്ഞില്ലല്ലോ. ഞാൻ ഇന്നും പറഞ്ഞത് ഞാൻ ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു എന്ന, ഇന്ത്യയിൽ ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു, ഇന്ത്യയിൽ വളർന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു, മരിക്കുന്നത് ഇന്ത്യയിലായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യയുടെ മണ്ണിൽ എന്റെ കബറടക്കം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ പാകിസ്ഥാനാക്കാനോ അഫ്ഗാനിസ്ഥാനാക്കാനോ ഒന്നും ഞാൻ ഒരിക്കലും ശ്രമിക്കില്ല, ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കുകയുമില്ല. അതിന് ഞാൻ പുസ്തകം, ഞാൻ എന്തായാലും ചെയ്തെന്നറിയോ? 2 പുസ്തകം കൊടുത്തു. ആ പുസ്തകം ഇപ്പോഴും കേരളത്തിൽ 100 കണക്കിന് ബുക്ക് സ്റ്റാളുകളിൽ വിൽക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. അങ്ങനെയാണ് എത്രയോ ആളുകൾ ആ പുസ്തകം വായിച്ചിട്ട് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഞാനങ്ങനെ പുസ്തകം കൊടുത്തിട്ടുമില്ല, ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുമില്ല. എന്നിട്ട് പറയുന്നത് ഞാൻ ആ പുസ്തകം കൊടുത്തുകൊണ്ട് അവർ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ആ പുസ്തകം പതിറ്റാണ്ടുകളായി കേരളത്തിൽ വിറ്റുകൊണ്ടിരിക്കുന്നു, ഇന്നും ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നു. എന്താ അവസ്ഥ? എന്നെ കൊടകിൽ പോയത് കേരള പോലീസ് അറിയാതെ പോയിട്ടുണ്ടാവും, കേരള പോലീസ് അറിയാതെ പോയിട്ടുണ്ടാവും കൊടകിൽ. എന്നൊക്കെ പറയാ, ഏതോ ഒരു ചക്കനെ പിടിച്ച് അടിച്ച് പീഡിപ്പിച്ച് ഒരു മൊഴി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഞാനൊരു ദിവസം ഇങ്ങനെ നിൽക്കുമ്പോ ഒരു കാറ് വന്നു. ആ കാറിൽ നിന്ന് തൊപ്പിയും താടിയുള്ള ഒറ്റക്കാലുള്ള ഒരാൾ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഒറ്റക്കാലുള്ള ആളെങ്ങനെ ഇറങ്ങി വരുന്നത്? ഒറ്റക്കാലുള്ള ആളെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഒറ്റക്കാലുള്ള ആളെങ്ങനെ ഇറങ്ങി വരുന്നത് കാണുന്നത്? അപ്പൊ ആരെങ്കിലും അയാളെ പൊക്കിക്കൊണ്ട് പോകണ്ടേ? മാത്രമല്ല എന്നെ അവൻ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല, ഇയാൾ ആരാന്ന് മനസ്സിലായിട്ടില്ല എന്ന് അവൻ പറയുന്നത്. പിന്നെ ഞാൻ അറിഞ്ഞു, നസീർ പറഞ്ഞു അത് മഹദനിയായിരുന്നു എന്നറിഞ്ഞു. അപ്പോ നിങ്ങളൊന്ന് ന്യായമായ തോർത്ത് നോക്കിയത് പറയേണ്ട കാര്യമല്ല, സമയം പോകാന്ന് എനിക്കറിയാം. എന്നാലും ഞാനിങ്ങനെ പോകുന്നു, കാറിൽ നിന്ന് ഇറങ്ങുന്നു, ഇവൻ എന്നെ അറിയില്ല. ഞാൻ എന്നെ നേരത്തെ ഒരിക്കലും അറിയാത്തവനാണെങ്കിൽ ഇപ്പോ ഞാൻ സാധാരണ പോകുമ്പോ കാലിൽ ഈ കാലിലും സോക്സ് ഒക്കെ ഇട്ടേക്കാൻ ഞാൻ പോവാ. എന്നെ ഇങ്ങനെ വന്നിട്ട് ഒരാളെ പിടിച്ചോ പിടിക്കാതെയോ ഞാൻ ഇറങ്ങി ഇങ്ങനെ വരുന്ന കണ്ടാലേ എന്നെ കണ്ടാ പെട്ടെന്ന് ഒരാൾ പറയോ ഞാൻ ഒറ്റക്കാലിനാണ്? പറയോ ഇത് കൃത്രിമക്കാലാന്ന് എന്നെ അറിയാത്ത ഒരാൾക്ക് എങ്ങനെ അറിയാൻ പറ്റുക? ഇപ്പോഴും ഞാൻ ഇതിലൊരു ഷൂ ഇട്ടിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ പുതുതായിട്ട് വരുന്ന ഒരാളിന് ഇത് കൃത്രിമക്കാലാന്ന് അറിയാൻ വല്ല വഴിയുണ്ടോ? എന്ന് മാത്രമല്ല അവൻ അപ്പോഴെന്നെ മനസ്സിലായില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ തടിയന്റെ ഇവിടെ നസീർ പറഞ്ഞു അന്ന് വന്ന ആള് മഹദനിയായിരുന്നു എന്ന് പറഞ്ഞു. നിനക്ക് ഇതൊക്കെ എഴുതി ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിക്ക. കഴുതെന്ന് ഞാൻ അവരെ ഒന്നും വിളിക്കുന്നില്ല, കഴുതകൾക്ക് അത് നാണക്കേടാണ്. ഇങ്ങനെ എഴുതി വെച്ചേക്ക. ഇങ്ങനെ എഴുതി വെച്ചിട്ട് പറയാണ്, പ്രോസിക്യൂഷൻ പോയി കോടതി പറയുന്നു, ബഹുമാനപ്പെട്ട കോടതി പറയുന്നു പ്രോസിക്യൂഷനെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ കാല് കോയമ്പത്തൂർ ബ്ലാസ്റ്റിൽ പോയ ആളാണ്. നല്ല വിവേകത്തോടുകൂടിയല്ലേ എഴുതിയിരിക്കുന്നു. അപ്പൊ ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നത്? പക്ഷെ ഞാൻ പറയുന്നു ഇതൊക്കെ എന്തിന്റെ പേരില? അബ്ദുൽ നാസർ മഹദനി എന്ന് പറയുന്ന ഞാൻ ചെയ്ത തെറ്റെന്താ? രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ കുറച്ച് വിളിച്ചു പറഞ്ഞു ഉറക്കെ. പലരും പറയാതിരുന്നപ്പോൾ ഞാൻ കുറച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇതല്ലേ ചെയ്തുള്ളൂ. ഞാൻ എവിടെങ്കിലും ബോംബ് വെച്ചോ? ഞാൻ ആരെങ്കിലും കൊന്നോ? ഞാൻ എവിടെങ്കിലും അമ്പലം തകർത്തോ? ഞാൻ ഏതെങ്കിലും ഹിന്ദു സഹോദരങ്ങളെ വധിച്ചോ? ഏതെങ്കിലും ഹിന്ദു സഹോദരിമാരെ ആക്രമിച്ചോ? ഏതെങ്കിലും കുഴപ്പം ഞാൻ കാണിച്ചോ? ഈ സംഭവത്തിന്റെ ഇന്നത്തെ ദിവസം പോലും ഞാൻ എന്താ പത്രസമ്മേളനം നടത്തി പറഞ്ഞത്? ഈ വിഷയത്തെ ഒരു ഹിന്ദു മുസ്ലിം സംഘർഷമാക്കി വളർത്താൻ എനിക്ക് താല്പര്യമില്ല, എന്റെ പ്രസ്ഥാനത്തിന് താല്പര്യമില്ല, ഒരിക്കലും ഒരു ചെയ്യില്ല. ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമല്ല എന്നാ ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാ? ഈ വിഷയത്തിൽ ഏറ്റവും ആദ്യമായിട്ട് പ്രതികരിച്ചവരുടെ കൂട്ടത്തിൽ പ്രതികരിച്ചത് ജസ്റ്റിസ് ബി ആർ കൃഷ്ണയ്യർ എന്ന 24-കാരറ്റ് ബ്രാഹ്മണ
ബ്രാഹ്മണനാ. ഞാൻ ജയിലിൽ പോകണം, എന്നെ ജയിലിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമം നടക്കുന്നു എന്ന് കണ്ടപ്പോ ആദ്യമായി നിരാഹാര സത്യാഗ്രഹം നടന്ന് അതികഠിനമായി 8 ദിവസം പച്ചവെള്ളം, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ കിടന്ന് ക്ഷീണിച്ച് ഉണങ്ങി രോഗം ബാധിച്ച് പത്മാവതിയിൽ അഡ്മിറ്റ് ചെയ്തത് ബ്രാഹ്മണനായ വർക്കല രാജ. ഇന്നത്തെ ഹിന്ദുക്കൾ എനിക്കെതിരല്ല. ആണോ? ഞാൻ ഹിന്ദുക്കൾക്കെതിരാണോ? അല്ല. പിന്നെ ഞാൻ ഈ ചെയ്ത സത്യം തുറന്നു പറഞ്ഞു എന്നതിന്റെ പേരിൽ ഇവിടുത്തെ ഫാസിസ്റ്റ് ശക്തികൾക്കും അവരുടെ ഏജൻസികൾക്കും അവർക്ക് ഞാൻ കണ്ണിലെ കരടാണ്. അതുകൊണ്ട് അവരിതൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ അവരുദ്ദേശിക്കുന്നത് മഅദനി എന്ന് പറയുന്ന ഈ സാധനത്തെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ അവസാനിക്കുമെന്നാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. അബ്ദുൽ നാസർ മഅദനിയെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ചെയ്തോ. ഏത് ജയിലിലാണ് അടയ്ക്കാൻ പറ്റും നിങ്ങൾ കൊണ്ടുപോയി അടച്ചോ. അതുകൊണ്ട് മാത്രം ഈ രാജ്യം രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മഅദനിക്കെതിരെ ആ നീതി നടന്നാൽ ആ നീതി ഇനിയും ഇവിടെ തീവ്രവാദികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. PDP-ക്കാർ തീവ്രവാദികളാവുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഏതെങ്കിലുമൊക്കെ കോണിൽ നിന്ന് പുതിയ പുതിയ ശക്തികൾ രൂപപ്പെട്ടു വരുന്നതിനും അനീതിക്കെതിരെ ചിന്തിക്കുന്ന പുതിയ പുതിയ ശബ്ദങ്ങളും പുതിയ പുതിയ പ്രവർത്തനങ്ങളും പുറത്തു വരുന്നതിനും അത് കാരണമാണ്. കാരണം എന്താ? 100% നിരപരാധിയാണെന്ന് സമൂഹത്തിന് ബോധ്യമുള്ള, സർവശക്തനായ റബ്ബുൽ ഇസ്സത്തിന് ബോധ്യമുള്ള ഒരാളെ പീഡിപ്പിച്ച് തകർക്കാമെന്ന് കരുതുമ്പോൾ ആ കളി ഒരുപക്ഷെ അപകടത്തിലേക്കായിരിക്കും പോകുന്നത്. അതായിരിക്കും. പക്ഷെ അതുകൊണ്ട് എന്നെ കീഴ്പ്പെടുത്താന്നാണെങ്കിൽ അല്ലാഹുവിനെ സാക്ഷി നിർത്തി പറയാ, നിങ്ങൾ ആരും പേടിക്കണ്ട. അബ്ദുൽ നാസർ മഅദനി ഇവരുടെ ആരുടെയെങ്കിലും മുമ്പിൽ മുട്ടുപറയ്ക്കും, ഇവരുടെ ആരുടെയെങ്കിലും മുമ്പിൽ ഞാൻ തലകുനിക്കുമെന്ന്. ഒരു തലയും കുനിക്കില്ല, മുട്ടും മടക്കൂല, പേടിക്കയില്ല. ഇവരെ ആരും സാറൊന്നും വിളിക്കൂല. ഇവന്റെ ഒന്നും അനീതിക്ക് മുമ്പിൽ ഒരിക്കലും ഞാൻ കീഴടങ്ങുകയില്ല. ശക്തമായി തന്നെ ഞാൻ ഇൻഷാ അല്ലാഹ് ഇതിനെതിരെ എങ്ങനെ 10 കൊല്ലം ഞാൻ നേരിട്ടോ അതുപോലെ അടുത്ത എത്ര കാലം. അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ എനിക്ക് ദുആ ചെയ്താൽ എന്തിനാ? മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി, മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി. എനിക്ക് ഈ നിമിഷം വരെ അൽഹംദുലില്ലാഹ് ഈ വിഷയം എന്റെ മനസ്സിനൊരു നേരിയ അസ്വസ്ഥത പോലും സൃഷ്ടിച്ചിട്ടില്ല. ഇനിയും അത് സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യുക. അതിന് നമ്മുടെ സമാധാനത്തിനുള്ള ഏറ്റവും നല്ല വഴി സ്വലാത്താണ്. ആരെന്റെ പേരിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ദിവസം വന്നുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, അങ്ങ് സന്തോഷിച്ചോളൂ നബിയേ, സന്തോഷിച്ചോളൂ. എന്താ ജിബ്രീലേ, പുതിയ വല്ല വാർത്തയുമുണ്ടോ? വല്ലാത്ത ഒരു വാർത്ത പടച്ചവൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അങ്ങയുടെ അടുക്കൽ പറയാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്താണ് ജിബ്രീലേ പറയുക? ആരെങ്കിലും അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നെങ്കിൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ആരെങ്കിലും അങ്ങയുടെ പേരിൽ സലാം ചൊല്ലുന്നെങ്കിൽ അവന്റെ മനസ്സിന് അല്ലാഹു നിരന്തര സമാധാനം വർഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ ഹബീബ് പെട്ടെന്നൊരു ശുക്രിന്റെ സുജൂദിൽ വീണു. ഹബീബായ നബി ശുക്രിന്റെ സുജൂദിൽ വീണു. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവന്റെ പാപം പൊറുക്കപ്പെടും. സലാം ചൊല്ലുന്നവന്റെ മനസ്സിൽ അള്ളാഹു സമാധാനം തരും. ആ സമാധാനം അള്ളാഹു എനിക്ക് നിങ്ങൾക്കും തരട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, മതപണ്ഡിതന്മാരെ, താല്യമീങ്ങളെ, കുഞ്ഞുമക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. ഇവിടെ നടന്ന ദീനീ പ്രഭാഷണത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട അനുജൻ ബഹുമാന്യനായ മതപണ്ഡിതൻ നവാസ് മന്നാനിയുടെ പ്രസംഗത്തിലും ഇന്നലെ ഇവിടെ അഭിനന്ദരായ പണ്ഡിതന്മാർ നടത്തിയ പ്രസംഗത്തിലും ഇതിൽ നിന്നെല്ലാം ഉൾക്കൊണ്ട ഇൽമുകൾ, അറിവുകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പകർത്തി നമ്മുടെ ദുനിയാവും ആഖിറവും വിജയത്തിലാകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മളിനി ഇന്നത്തെ ഒരു വലിയ പ്രസംഗം ഇനി ഇൻഷാ അല്ലാഹ് ഇന്നും ആവശ്യമില്ല, ദിവസങ്ങൾ ഇനിയുമുണ്ട്. പ്രസംഗം
പ്രസംഗിക്കേണ്ട അവസരങ്ങളുണ്ട്. നമ്മൾ ദുആയിലേക്ക് ഇൻഷാ അല്ലാഹ് കടക്കുകയാണ്. ഇന്ന് റജബ് 27 അല്ലെ 27 രാവിലെ നമ്മൾ വളരെ ആത്മാർത്ഥമായി ബഹുമാന്യനായ അറ്റക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ നമ്മൾ ദുആ ചെയ്യുകയുണ്ടായി. ബഹുമാന്യനായ ഏരൂർ ശംസുദ്ദീൻ മദനി അവറുകൾ ഇന്നലെ വരാമെന്ന് ഏറ്റിരുന്നു. ഇന്നലെ കഴിയാത്ത സാഹചര്യത്തിൽ ഇന്നെങ്കിലും എത്താമെന്ന് ഏറ്റു. പക്ഷേ അദ്ദേഹത്തിന് കഠിനമായ മലേറിയ പിടിപെട്ട് തല പൊക്കാനാവാത്ത അവസ്ഥയിൽ അഞ്ചൽ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് അല്ലാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിലെ സമുദായത്തിലെ ആയിരക്കണക്കിന് യുവാക്കൾക്ക് ആത്മീയമായ നേതൃത്വം കൊടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു അദ്ദേഹത്തിന് ദീർഘമായി നൽകുമാറാകട്ടെ. അദ്ദേഹം ഇന്നും വളരെ വേദനയോടുകൂടി വിളിച്ചിരുന്നു. സംസാരിക്കുമ്പോഴൊക്കെ കണ്ണീരോടെയാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് ആ ഫോണിലൂടെ സംസാരിക്കുന്നത്. അല്ലാഹു തആല അങ്ങനെയുള്ള ഒരുപാട് മഹാന്മാരുടെയും പണ്ഡിതന്മാരുടെയും നാടിന്റെ നാനാഭാഗത്തുനിന്നുള്ള ഒരുപാട് സ്വാലിഹീങ്ങളുടെയും പാവങ്ങളായ ഒരുപാട് ആളുകളുടെയും ഒക്കെ ദുആ കൊണ്ടാണ് നമ്മളെയൊക്കെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കലല്ല, ഉണ്ടാകുന്ന പ്രതിസന്ധി അഭിമുഖീകരിക്കാനുള്ള മനഃശക്തി കിട്ടലാണ് വിശ്വാസിക്ക് അല്ലാഹു നൽകുന്ന അനുഗ്രഹം. പ്രതിസന്ധി ഉണ്ടാകാതിരിക്കുക എന്നത്, അങ്ങനെ ഉണ്ടാകാതിരുന്നാൽ പിന്നെ ഒരു യഥാർത്ഥ വിശ്വാസിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം വിശ്വാസികളാണെങ്കിൽ അല്ലാഹു പരീക്ഷിക്കുമെന്ന് അല്ലാഹു ഖുർആനിൽ എത്ര സ്ഥലത്താ പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞു, പരീക്ഷിക്കാതിരിക്കണമായിരുന്നെങ്കിൽ അല്ലാഹുവിന് ഏറ്റവും സ്നേഹമുള്ള മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ അയാളെ പരീക്ഷിക്കാതിരിക്കണമായിരുന്നു. പ്രവാചകൻ പരീക്ഷണത്തിന് വിധേയനായി. നൂഹ് നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം, ഇവരൊക്കെ അതികഠിനമായ പരീക്ഷണത്തിന് വിധേയരായി. പ്രവാചകന്മാർ ഇന്നലെ തൊടിയൊരു സ്ഥലം തോന്നുന്നു പ്രസംഗത്തിൽ പറഞ്ഞു, പ്രവാചകൻ ഒരു പ്രവാചകനെ തന്നെ 2 കഷണമായിട്ട് മുറിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? ശത്രുക്കൾ സംഭവിച്ചു. മഹാനായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പീഡനങ്ങൾ സഹിച്ചു. രണാങ്കണത്തിൽ ഇഞ്ചിഞ്ചായി വിട്ട് മുറിക്കപ്പെട്ടു. ഇങ്ങനെ പരീക്ഷണങ്ങൾ അതിനോടൊക്കെ തുലനം ചെയ്യുമ്പോൾ 2 കാര്യത്തിലും നമ്മൾ പുറകിൽ. ഒന്ന്, അവരുടെയൊക്കെ മുന്നിൽ നമ്മളാരുമല്ല. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, അവരുടെ കാൽ കീഴിൽ ചവിട്ടി മതിക്കപ്പെടുന്ന കോടാനുകോടി മണൽത്തരികളിൽ ഒരൊറ്റ മണൽത്തരി കോടാനുകോടി വർഷം അറബിക്കടലിന്റെ ഗാധതയിൽ ആ മണൽത്തരി എടുത്തിട്ടാൽ അതിന്റെ പേരിൽ അറബിക്കടലിലെ ആ വലിയ ജലാശയത്തിന്, ആ വലിയ അറബിക്കടലിലെ വെള്ളത്തിന്, ആ വലിയ കടലിലെ ജലത്തിന് എന്തുമാത്രം ബർക്കത്ത്, ഐശ്വര്യം, അനുഗ്രഹം, പോരിശ, പെരുമ ഉണ്ടാകുമോ? ആ ജലാശയത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ കടലിൽ നിന്ന് ഒരു സൂചിത്തുമ്പിൽ മുക്കിയെടുക്കുന്ന വെള്ളം പുറത്തെടുത്ത് വെച്ചാൽ ആ വെള്ളത്തിന് എന്ത് മഹത്വം ഉണ്ടാകുമോ അത്രയും മഹത്വം പോലും എനിക്ക് നിങ്ങൾക്കുമില്ല. അങ്ങനെ അവരോട് തുലനം ചെയ്യുമ്പോൾ നമ്മൾ അത്ര പുറകിലാണ്. വിശ്വാസത്തിന്റെ, ഈമാന്റെ, തഖ്വയുടെ, ഇബാദത്തിന്റെ ഒക്കെ കാര്യം. പിന്നെ രണ്ടാമത്, അവരൊക്കെ നേരിട്ട പരീക്ഷണങ്ങളോട് ബന്ധപ്പെടുത്തുമ്പോൾ നമ്മൾ നേരിടുന്ന പരീക്ഷണങ്ങളൊക്കെ വളരെ ചെറിയ പരീക്ഷണങ്ങളാണ്. ആനയ്ക്ക് തടിഭാരം, ഉറുമ്പിന് അരിഭാരം. അവര് തടി പോലെയുള്ള വൻ പരീക്ഷണങ്ങൾ അവർ നേരിട്ടു. അവരുടെ ഈമാന്റെ ശക്തി അനുസരിച്ച് അവർ നേരിട്ടു. ഒരുപക്ഷെ അവർ നേരിട്ട പരീക്ഷണത്തിന് തുല്യമായ ഒരു പരീക്ഷണം വന്നാൽ ഞാനും നിങ്ങളുമൊക്കെ തകർന്ന് തരിപ്പണമായി പോയി. അപ്പൊ അല്ലാഹു തആല നമ്മുടെ അവസ്ഥയ്ക്കുള്ള പരീക്ഷണമാണ് നമുക്ക് തരുന്നത്. പടച്ചതമ്പുരാൻ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ, ഒരു ശരീരത്തിനും അല്ലാഹു തആല ആ ശരീരത്തിന് എന്ത് താങ്ങാൻ പറ്റുമോ, ഒരു ആത്മാവിന് എന്ത് താങ്ങാൻ പറ്റുമോ അതിലപ്പുറം കൊടുക്കൂല. താങ്ങാൻ പറ്റുന്നതേ കൊടുക്കുള്ളൂ. എനിക്ക് വരുന്ന പരീക്ഷണം ഈ നിലയിലൊക്കെയാണ്. നിങ്ങൾക്കും പരീക്ഷണങ്ങളില്ലേ? ജയിലിൽ കിടക്കുന്ന മാത്രമാണോ പരീക്ഷണം? നിങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടുന്നവരല്ലേ? രോഗം കൊണ്ടുള്ള പരീക്ഷണം, പട്ടിണി കൊണ്ടുള്ള പരീക്ഷണം, കടം കൊണ്ടുള്ള പരീക്ഷണം, കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലാത്തത് കൊണ്ടുള്ള പരീക്ഷണം. എന്തൊക്കെ പരീക്ഷണങ്ങളാണ് അല്ലാഹു തരുന്നത്, എന്തൊക്കെ പരീക്ഷണങ്ങൾ. ഇന്ന് നമ്മുടെ മരണപ്പെട്ടു പോയ ബാണാവള്ളി അബ്ദുള്ള മുസ്ലിയാരുടെ മകൻ ഹാമിദ് മുമ്പ് ഇവിടെ അടുത്ത് പല സദസ്സുകളിലും അയാളുടെ മകൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തിട്ടുള്ളതാണ്. 8-9 വയസ്സാകുന്ന മകള്, സുന്ദരിയായ മോള് ഇവിടെ കൊണ്ടുവന്ന് എന്നെ കാണിച്ചിട്ടുള്ളത്. ആ മോളെ കണ്ടാൽ ഒരു രോഗമുണ്ടെന്ന് തോന്നില്ല. പക്ഷെ ലക്ഷങ്ങളല്ല, കോടികളാ ചെലവാക്കിയിരിക്കുന്ന കുഞ്ഞിന്റെ അസുഖം. ഫോണടിക്കുമ്പോഴത്തേക്ക് എല്ലാവരും തിരിഞ്ഞു നോക്കുക, കർണാടക പോലീസാണ്.
എന്നാടാ പോലീസ് ഓണടിച്ചിട്ട് വരുമോ മക്കളെ? ഓണടിക്കുമ്പോഴേ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അവര് വരുവാണെങ്കിൽ അവർ ഓണടിക്കാതെ വരുള്ളൂ. നിങ്ങളെല്ലാവരും ഇരിക്കുമ്പോൾ അവര് കയറി ഇങ്ങോട്ട് ഓണടിച്ചുകൊണ്ട് വരും. അപ്പോ ആ സഹോദരൻ കോടികളാ ചെലവാക്കി ആ മോക്ക് വേണ്ടി സമ്പാദ്യത്തിന്റെ സർവ്വതും ചെലവാക്കി അങ്ങനെ ചികിത്സിക്കും. ലോകത്തൊരു ഹോസ്പിറ്റലിനും കഴിയുന്നില്ല ആ പൊന്നുമുള്ള രോഗം മാറ്റാൻ, അല്ലെങ്കിൽ ആ രോഗത്തിന്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ആർക്കും പറ്റുന്നില്ല. ലോകത്തൊരു ആശുപത്രിക്കും കഴിയുന്നില്ല. അയാള് അമേരിക്ക, സിംഗപ്പൂര്, സർവ്വ സ്ഥലത്തും കൊണ്ടുപോയി സർവ്വ സമ്പാദ്യം ചെലവഴിച്ചു ഇവിടെ വന്നു. കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് റമളാനോടനുബന്ധിച്ച് ഇവിടെ നാട്ടിലുണ്ടായിരുന്നപ്പോൾ നമ്മുടെ പല വാദസദസ്സിലും വന്നു. ഒരിടത്ത് ആ മോളെ ഇവിടെ അൻവാർശ്ശേരിയിൽ സ്വലാത്തിന് ആ മോളെ കൊണ്ടുവന്നു. ആർക്കും കഴിയുന്നില്ല കണ്ടുപിടിക്കാൻ. പക്ഷെ ഇടയ്ക്ക് ആ മോൾക്ക് ഫിക്സ് പോലൊരു അസുഖം വന്നാൽ രണ്ട് പ്രശ്നമാണ്. ഒന്നാ കുഞ്ഞിനതിന്റെ മാതാപിതാക്കളെ പോലും തിരിച്ചറിയാൻ കഴിയില്ല. അതിന്റെ മാതാപിതാക്കളെ പോലും തിരിച്ചറിയാൻ ആ പൊന്നുമോക്ക് പറ്റുന്നില്ല. പക്ഷെ അവളെ കണ്ടാൽ ആർക്കും അങ്ങനെ തോന്നൂല്ല. പക്ഷെ ഉപ്പാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് തിരിച്ചറിയാൻ പോലും അവൾക്ക് പറ്റുന്നില്ല. മറ്റൊന്ന് ഇന്നും പറഞ്ഞ് കണ്ണുനീരോടെ പറഞ്ഞ കാര്യം, ഫിക്സ് വന്നാൽ ഫിക്സ് പോലൊരു അസുഖം, ഫിക്സ് എന്നതിന് പറയാൻ പറ്റില്ല. ആ രോഗം വന്നാൽ 2-3 മണിക്കൂറേക്ക് ആ മോള് വേറെ ഏതോ ഒരു ലോകത്താണ്. ആ സമയത്ത് കണ്ണിന്റെ താഴ്ഭാഗത്തെല്ലാം വെളുവെളുത്ത മുഖത്ത് കണ്ണിന്റെ താഴ്ഭാഗത്ത് രക്തം ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ പുള്ളികൾ ഉണ്ടാവും. ഈ ഓരോ പുള്ളിയും മാറുമ്പോഴെല്ലാം അവൾ അസ്വസ്ഥത ഇങ്ങനെ അനുഭവിക്കുക. ഈ സർവ്വ പുള്ളികളും മുഖത്തുനിന്ന് മാറുന്നത് വരെ അസുഖമാ, അസ്വസ്ഥതയാ. അത് കഴിഞ്ഞാൽ പിന്നെ വളരെ കാമായി. മാതാപിതാക്കളെ പോലും തിരിച്ചറിയാൻ പറ്റില്ല. അടുത്ത് ആർക്കും അറിയില്ല. ഇത് അറിയാതാണ് ഈ ഓട്ടോ ചാട്ടോ ഒക്കെ നടത്തുന്നത്. പക്ഷെ വാപ്പ വിളിച്ചാൽ വാപ്പായെയും ഒരു പരിചയമില്ലാത്ത ഒരാൾ വിളിച്ചാൽ ആ ആളിനെയും ഒക്കെ ഒരുപോലെയാണ് നമ്മൾ കാണുന്നത്. ആ സഹോദരന്റെ പ്രിയപ്പെട്ട അനുജൻ കല്യാണം കഴിഞ്ഞ് 30ാമത്തെ ദിവസം ഭാര്യയും ഭർത്താവും കൂടി പോകുമ്പോൾ ആക്സിഡന്റിൽ അനുജൻ മരിച്ചു. ഭാര്യ വളരെ ആ പെൺകുട്ടിയുടെ കാര്യം എന്ന് പറയുന്നു, ആ കുട്ടിയുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേകമായ അവസ്ഥയിലെത്തി. ഈ ഭാഗത്തു നിന്നുമുള്ള മാംസങ്ങൾ മൊത്തം, അതിന് സംഭവിച്ച അപകടത്തിന്റെ ആ ഭീകരതയിൽ ആ മാംസം മൊത്തം ശരീരത്തിൽ നിന്ന് പോയി. എന്നിട്ടും ജീവൻ അവശേഷിക്കുന്നു. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു മനുഷ്യനൊന്ന് തൊട്ടു കഴിഞ്ഞാൽ ആ കൊച്ചു ഭ്രാന്ത് വിളിച്ചതുപോലെ അലറി വിളിക്കുന്നു. ആ അവസ്ഥയിൽ ഇപ്പോഴും ലക്ഷങ്ങൾ ചെലവാക്കി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആ അപകടത്തിൽ മരിച്ച ആ സഹോദരന്റെ ഭാര്യയ്ക്ക് അള്ളാഹു അസുഖം ശിഫയാക്കി കൊടുക്കട്ടെ. ആ പൊന്നുമോൾക്കും അള്ളാഹു അസുഖം ശിഫയാക്കി കൊടുക്കട്ടെ. ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളല്ലേ. എത്രയെത്ര പരീക്ഷണങ്ങളാ ഇങ്ങനെ ഓരോരുത്തരും അനുഭവിക്കുന്ന എത്രയെത്ര പരീക്ഷണങ്ങളാ, എത്രയെത്ര ബുദ്ധിമുട്ടുകളാ. സാമ്പത്തികമായ ബുദ്ധിമുട്ട്, ദാരിദ്ര്യം, കഷ്ടപ്പാട്, വിഷമം, രോഗം, പലിശയില് കിടന്ന് കെട്ടിമറിയല്, ഇങ്ങനെ മനുഷ്യരിങ്ങനെ വിവിധ തരത്തിൽ ഇങ്ങനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അള്ളാഹു ഓരോരുത്തർക്കും ഓരോ നിലയിലുള്ള പരീക്ഷണങ്ങൾ കൊടുക്കും. എനിക്ക് തന്ന പരീക്ഷണം എങ്ങനെയാണ്, നിങ്ങൾക്ക് തരുന്ന പരീക്ഷണം വേറെ രീതിയിലാണ്. ചിലപ്പോ ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും അള്ളാഹു താല എനിക്ക് ഷുഗർ 400-ന് മേലെ 500-ന് മേലെ എപ്പോ നോക്കിയാലും ഒരുപാട് വേറെ അസുഖങ്ങളുണ്ട്. ഇന്നലെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു കൈ ഗുളികയാണ് ഇപ്പോഴും എടുത്ത് കഴിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഒരുപാട് ഗുളികകൾ, 100 കണക്കിന് രൂപയുടെ ഗുളികകളൊക്കെ ആ ദിവസവും കഴിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആകുമ്പോഴും അള്ളാഹു താല എന്നെ ഇങ്ങനെ ഈ വീൽ ചെയറിൽ ഇങ്ങനെ ഓടിച്ചോണ്ടേയിരിക്കുന്നു. ഈ വീൽ ചെയറിൽ ഇങ്ങനെ അള്ളാഹു താല എന്നെ ഓടിച്ചോണ്ടേയിരിക്കുന്നു. എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പുറംവേദനയുണ്ട്, പിടല് വേദനയുണ്ട്, അസ്വസ്ഥതയുണ്ട്, ഇടത് കാലിന് നീരുണ്ട്, വലത് കാലില്ലാത്ത പ്രശ്നമുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഒരുപാട് അസുഖങ്ങളുണ്ട്. പക്ഷെ ഈ അസുഖങ്ങളൊക്കെ ഉള്ളപ്പോഴും അല്ലാഹു തആല ആ അസുഖങ്ങളുടെ വിഷമങ്ങളൊന്നും എന്നെ കൂടുതൽ അസ്വസ്ഥമാക്കാത്ത അവസ്ഥയിൽ എന്നെ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചലിപ്പിക്കുന്നതിന്റെ ഇടയിൽ ചിലപ്പോൾ ഇങ്ങനെ കർണാടകത്തിൽ, കോയമ്പത്തൂരും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. മറ്റു ചിലർക്കോ അവർക്ക് കർണാടകത്തിൽ ഒരു പ്രശ്നമില്ല, കോയമ്പത്തൂർ ഒരു പ്രശ്നമില്ല, കേരളത്തിലൊരു പ്രശ്നമില്ല. പക്ഷെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, സ്വത്തിനൊരു കുറവുമില്ല, സമ്പാദ്യത്തിനൊരു കുറവുമില്ല, മക്കൾക്കൊരു കുറവുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപാട് അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ അരമണിക്കൂറൊന്നിരിക്കാൻ, അരമണിക്കൂറൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റാത്ത കഠിനമായ രോഗങ്ങൾ കൊണ്ട് അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുന്നവർ ഇല്ലേ? നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇല്ലേ? നമുക്കറിയുന്നവരില്ലേ? ഇവിടെ കൂടെ ഉള്ളവരില്ലേ? കഠിനമായ രോഗം കൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിക്കുന്നു. രോഗങ്ങളൊക്കെ ഉള്ളപ്പോഴും ആ രോഗത്തിന്റെ അസ്വസ്ഥതകൾ അല്ലാഹു തആല ഒന്ന് ശമിപ്പിച്ചുകൊണ്ട് മറ്റു പരീക്ഷണങ്ങൾ കൊണ്ട് എന്നെ പരീക്ഷിക്കുന്നു.
സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ അള്ളാഹു കൊടുത്തിട്ടുള്ള വലിയ വലിയ കൊട്ടാരങ്ങളും വീടുകളും ഒക്കെ നൽകിയിട്ടുള്ള പലരും അതൊക്കെ ഉള്ളപ്പോൾ തന്നെ മനസ്സിന് സ്വസ്ഥതയില്ലാതെ വിഷമിച്ചുകൊണ്ടേയിരിക്കുന്നു, മനസ്സിന് സമാധാനമില്ലാതെ വിഷമിച്ചുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹുവിന്റെ പരീക്ഷണം ഇത് ഏത് വന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു തരുന്നതാണ് എന്ന ബോധ്യത്തിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ളതാണ്, ആവർത്തിച്ച് പറഞ്ഞതാണ്. ഇവിടുത്തെ ഓരോ ജുമായിലും ഈ പ്രശ്നത്തിന് ശേഷം 3 ജുമായിൽ ഞാൻ സംസാരിച്ചു. എന്താ ശരിയില് ഈ 3 ജുമായിക്ക് ഞാൻ പറഞ്ഞ കാര്യമാണ്, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വിശ്വാസിക്ക് പരീക്ഷണം വന്നാൽ 3 നിലയിലാണ്. ഒന്ന്, പരീക്ഷണം വരുമ്പോ, കഠിനമായ പരീക്ഷണങ്ങളും വിഷമവും വരുമ്പോ അല്ലാഹു തആല ഈ പരീക്ഷണത്തിന് എന്നെ തന്നെ തെരഞ്ഞെടുത്തല്ലോ, എന്റെ പടച്ചവൻ എന്നെ തന്നെ തെരഞ്ഞെടുത്തല്ലോ, എന്റെ പടച്ചവൻ എന്നോടുള്ള കാരുണ്യം കൊണ്ടാണ് എന്നെ തെരഞ്ഞെടുത്തത്, അതുകൊണ്ട് എന്റെ റബ്ബ് തന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു. ആ അവസ്ഥയുള്ളവരുടെ ഒക്കെ ഉദാഹരണങ്ങൾ കോഴിക്കോട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ചെറുപ്പക്കാരനായ ഒരു സഹോദരന്റെ ജീവിതാനുഭവം വരെ ഞാൻ വേദികളിലും പള്ളിയിലും ഒക്കെ ഒരുപാട് പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അള്ളാഹു എന്നെ തന്നെ തെരഞ്ഞെടുത്തു, അൽഹംദുലില്ലാഹ് ഞാൻ സന്തോഷവാൻ. ഈ വലിയ പരീക്ഷണത്തിന് എന്റെ പടച്ചവൻ എന്നെ തന്നെ തെരഞ്ഞെടുത്തല്ലോ, അവന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്നെ തെരഞ്ഞെടുത്തത് എന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥ. എത്രത്തോളം താലത്തുന്നാസർമദിനിയുടെ ഈമാൻ വികസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സന്തോഷിക്കുക, പരീക്ഷണം വരുമ്പോൾ ആ ഒരവസ്ഥയിലേക്ക് എത്താൻ ഞാൻ എത്തിയിട്ടില്ല. പക്ഷെ അങ്ങനെ എത്തിയിട്ടുള്ള, എന്നേക്കാൾ പ്രശസ്തി കുറഞ്ഞ, എന്നേക്കാൾ ജനമറിയുന്നത് കുറഞ്ഞ, എന്നേക്കാൾ പ്രസംഗ വൈഭവം കുറഞ്ഞ, എന്നേക്കാൾ പഠനം കുറഞ്ഞ, എന്നേക്കാൾ കിതാബുകൾ പഠിച്ച് ഇൽമു പഠിച്ചത് എന്നേക്കാൾ കുറഞ്ഞ വളരെ പാവപ്പെട്ട സാധാരണക്കാരനായ ഒരു സഹോദരൻ അല്ലാഹു തആല സമ്പത്ത് കൊണ്ടും മറ്റൊരുപാട് നിഅമത്തുകൾ കൊണ്ടും അനുഗ്രഹിച്ച കോഴിക്കോടുകാരനായ 40 വയസ്സുള്ള ഒരു സഹോദരൻ, ആ സഹോദരന്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും കഠിനമായ പരീക്ഷണങ്ങളും വന്നപ്പോൾ അല്ലാഹു തആല പ്രിയപ്പെട്ട സഹോദരന് ഒരാൺകുഞ്ഞുണ്ടാകാൻ വേണ്ടി 3 പെൺകുട്ടികൾ ഉള്ളപ്പോൾ ഒരാൺകുഞ്ഞുണ്ടാകാൻ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് ആളുകളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയും പള്ളി വെച്ചു കൊടുത്തും മദ്രസ വെച്ചു കൊടുത്തും പള്ളിക്ക് ഹൗസ് കെട്ടിക്കൊടുത്തും അൻവാർശയിൽ അനാഥശാലയിൽ എല്ലാ റമളാൻ മാസത്തിലും എടുത്ത അനാഥ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് കൊടുത്തും ഒക്കെ സഹായിക്കുന്ന ആ സഹോദരൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ സദസ്സിൽ ദുആ ചെയ്യിപ്പിക്കും, എനിക്കൊരാൺകുട്ടി ഉണ്ടാകണം, പടച്ചവനോട് ദുആ ചെയ്യണം. ഒരാൺകുട്ടി ഉണ്ടായിട്ട് വെറുതെ ഒരാണുണ്ടായി എന്റെ കച്ചവടമൊക്കെ നോക്കാൻ വേണ്ടിയല്ല, അവനെ എനിക്ക് ആലിമാക്കണം, അവനെ എനിക്ക് ഹാഫിളാക്കണം, അവനൊരു സ്വാലിഹായി വളരണം, എന്നിട്ട് എനിക്കവൻ മയ്യത്ത് നമസ്കരിക്കണം, അതിനുവേണ്ടി ഒരു ആൺകുട്ടി ഉണ്ടാവണം, ഇതിന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് എല്ലാ സദസ്സുകളിലും ദുആ ചെയ്യിക്കുന്ന സഹോദരൻ അയാളുടെ നാട്ടിൽ കൊണ്ടുപോയി എന്നെ വാങ്ങി പറയിപ്പിച്ചിട്ടുണ്ട്, അയാളുടെ വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ട്, എന്റെ വിഷമഘട്ടങ്ങളിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സ്വാലിഹായ സഹോദരൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളെ പറ്റി പറയുമ്പോൾ വബിയല്ലത്ത് ഉജൂഹുഹും, അവരുടെ മുഖം ഇങ്ങനെ വെളുത്ത് തിളങ്ങുന്ന മുഖം എന്ന് പറയുന്ന ആയത്തോടുമ്പോൾ എന്റെ ഹൃദയാന്തരാളങ്ങളിലേക്ക് ഓടിയെത്തുന്ന ആദ്യത്തെ ആളാ പ്രിയപ്പെട്ട സഹോദരനാ. ജയിലിലിരുന്നിട്ട് ഞാൻ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഈ ആയത്ത് വന്ന അപ്പം ഓടിയെത്തുന്ന ആ സഹോദരനാ എന്റെ മനസ്സിൽ. അങ്ങനെയുള്ള സഹോദരൻ ദിക്റുകൾ അവസാനം ആശുപത്രിയിൽ ദിക്റ് ചെല്ലി ശരീരത്തിന്റെ നരമ്പുകളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പെരുക്കുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഈ കൂടുതൽ ഒരുപാട് ദൈവസ്മരണ നിങ്ങൾ കുറച്ച് കുറയ്ക്കണം, അത് കൂടിയത് കൊണ്ടാണ് ഈ നരമ്പുകൾ ഇങ്ങനെ ചൂടാകുന്നതെന്ന് പറഞ്ഞു, നരമ്പുകൾ പെരുക്കുന്നതെന്ന് പറഞ്ഞു. ജയിലിൽ എന്നെ കാണാമെന്ന് പറഞ്ഞു, എനിക്കത് കുറയ്ക്കാൻ പറ്റുമോ ഉസ്താദേ? അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നരമ്പ് ചൂടായിക്കോട്ടെ എന്ന് വിചാരിച്ചു, അത് കുറയ്ക്കാൻ എനിക്ക് പറ്റും. അപ്പൊ ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. കാരണം ചില കാര്യങ്ങൾ ഒരു പ്രശ്നം ഇല്ലാത്ത സമയത്ത് പറയുമ്പോൾ അതിന് വലിയ ഗൗരവം ഉണ്ടാവും അല്ലേ? ഒരു വിഷമം ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു കാർമേഘം ഇങ്ങനെ മൂടി നിൽക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കും നിങ്ങൾക്കൊക്കെ അത് ഈമാൻ വർദ്ധിപ്പിക്കും. ഇതില്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതൊരു കാല് കേൾക്കുന്ന ഒരു ലാഘവത്തിൽ ഇങ്ങനെ കേട്ട് നമ്മളങ്ങ് പോകും. ആ സഹോദരന് അല്ലാഹു തആല അവസാനം ഞാൻ ജയിലിരിക്കുന്ന സമയത്ത് എന്റെ ഭാര്യ എന്നെ കാണാൻ വന്നപ്പോൾ പറയുന്നു, നമ്മുടെ ഇന്ന ആളിന്, ഞാൻ പേര് പറയാത്തത് പറയരുതെന്ന് എന്നോട് ഒരുപാട് നിർബന്ധിച്ചിട്ടുള്ളത് കൊണ്ട് ആദ്യം പേര് പറയുമായിരുന്നു, അതുകൊണ്ടാ ഇപ്പൊ പേര് പറയാത്തത്. നമ്മുടെ ഇന്ന ആളിന്റെ ഭാര്യ പ്രസവിച്ചു, ആൺകുട്ടിയാ, പക്ഷേ ആ കുട്ടിയുടെ 2 കാലും ഇങ്ങനെ 2 സൈഡിലേക്ക് ഇരിക്കുക, 2 കൈയും ഇങ്ങനെ 2 സൈഡിലേക്ക് ഇരിക്കുക. ആ അവസ്ഥയിൽ ഒരു വികൃത രൂപത്തിലാണ് ആ കുട്ടി പിറന്നത്. 2 കാലും ഇങ്ങനെ സൈഡിലേക്ക്, 2 കൈയും ഇങ്ങനെ. എന്നോട് പറഞ്ഞു, എനിക്ക് വല്ലാത്ത വിഷമം. കുറെ നാൾ കഴിഞ്ഞ് ഇദ്ദേഹം എന്നെ കാണാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ അറിഞ്ഞു ഭാര്യ പ്രസവിച്ചു, ആൺകുട്ടിയെ കിട്ടിയപ്പോ ഇങ്ങനെ ആയിപ്പോയല്ലോ, വല്ലാത്ത വിഷമമായിപ്പോയി. എനിക്കൊരു വിഷമമില്ല,
എനിക്കൊരു വിഷമമില്ല. ഞാൻ ഒരുപാട് ദുആ ചെയ്യിപ്പിച്ചു, ഒരുപാട് ഹദിയ ചെയ്തു, ഒരുപാട് ആരിഫീങ്ങൾ ഔലിയാക്കളും ഒക്കെ ദുആ ചെയ്തു. അങ്ങനെ എനിക്കൊരു ആൺകുട്ടിയെ കിട്ടിയപ്പോ ഇത്രയൊക്കെ ഞാൻ ദുആ ചെയ്തിട്ട് എനിക്കൊരു ആൺകുട്ടിയെ തന്നപ്പോ എന്റെ റബ്ബ് എനിക്ക് ഇങ്ങനെ തരാതെ, ഒരു നല്ല കുട്ടിയെ തരാതെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ രണ്ട് കൈയും കാലും ഇങ്ങനെ വെച്ച് തന്നെങ്കിൽ അത് എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കല്ലേ, എന്റെ ഈമാനം പടച്ചോൻ ടെസ്റ്റ് ചെയ്യല്ലേ. അപ്പൊ പരീക്ഷിക്കാൻ പടച്ചോൻ എന്നെ തെരഞ്ഞെടുത്തല്ലോ, അൽഹംദുലില്ലാഹ്. എനിക്ക് സന്തോഷമുള്ളൂ. ശരിക്കും നമുക്ക് ആർക്കെങ്കിലും ഞാൻ ഉൾപ്പെടെ പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമെന്ന് കൈവക്കിയേ പറ്റൂല. ആർക്കും പറ്റൂ. ആ ഒരു അവസ്ഥ നമ്മൾ എത്താൻ വലിയ പാടില്ല. പക്ഷെ ആ സഹോദരൻ എത്തി. എങ്ങനത്തെ സഹോദരനാ? കോടികളുടെ സമ്പാദ്യമുള്ള, ലക്ഷങ്ങൾ സക്കാത്ത് കൊടുക്കും. എങ്ങനെയാ സക്കാത്ത് കൊടുക്കുന്നത്? 27 രാവിലെ സാധാരണ നമ്മുടെയൊക്കെ പലയിടത്തും പല മുതലാളിമാരും ഇരിക്കുന്ന പോലെ വലിയ കസേരയൊക്കെ ഇട്ട് 4-5 ചാക്ക് അരിയൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് ഒരു അരി കോരാൻ കുറച്ച് ആളുകളെയൊക്കെ നിർത്തി, എന്നിട്ട് ഇങ്ങനെ വരിയായിട്ട് പാവങ്ങൾ പെണ്ണുങ്ങൾ വന്ന് സഞ്ചിക്കകത്ത് ഈ അരി ഇങ്ങനെ വാങ്ങുമ്പോൾ അവിടെ കൊടുക്കട, ഇവിടെ കൊടുക്കട, അവിടെ കൂടുതൽ കൊടുക്കട, ഇവിടെ കുറച്ച് കൊടുക്കട എന്നൊക്കെ പറഞ്ഞ് ഈ വരുന്ന ആളുകളുടെ നീണ്ട വരി കണ്ടിട്ട് സംതൃപ്തിയാകുന്ന സക്കാത്താണെന്ന് പറയുന്ന ഈ സാധനങ്ങളെ കൊടുത്തിട്ട് അഭിമാനിക്കുന്ന നമ്മുടെയൊക്കെ മുതലാളിമാരെയും കോടീശ്വരന്മാരെയും പോലല്ല. പിന്നെയോ ഒരൊറ്റയാളെ വീട്ടിലേക്ക് വരത്തില്ല. വിശുദ്ധ റമളാന്റെ 27 രാവ് എല്ലാം കണക്ക് കൂട്ടി ഓരോ രൂപയുടെ സക്കാത്തിന്റെ കണക്കും കൂട്ടി എല്ലാം വേർതിരിച്ച് 100 കണക്കിന് 1000 കവറുകളിൽ ഓരോരുത്തരുടെ കണക്കിനനുസരിച്ച് സക്കാത്തിന്റെ പൈസ എങ്ങനെ വെച്ച് ആ പൈസയുമായിട്ട് 27 രാവിലെ കാറിൽ ഇങ്ങനെ പോവുകയാ. അതുകൊണ്ട് വീടുകളിൽ കൊണ്ട് കൊടുക്കുകയാ. കാറിൽ പോകാൻ പറ്റാത്തിടത്ത് 2 വീലറിൽ പോവുകയാ. അതുകൊണ്ട് അവിടെ കൊണ്ട് വീട്ടിൽ കൊടുക്കുകയാ. 2 വീലറും പോകാത്ത സ്ഥലത്ത് നടന്നു പോവുകയാ. ഒരാളിനെ പോലും കൂട്ടില്ല. അതെന്റെ രഹസ്യമാണ്, ഞാനിവിടാണ് കൊടുക്കേണ്ടത്, അത് ഞാനും എന്റെ റബ്ബ് പറഞ്ഞാ മതി എന്ന് പറഞ്ഞ് കൊണ്ടു നടന്ന് കൊടുക്കുന്ന സഹോദരൻ അല്ലാഹു തആല ഒരുപാട് നിഅമത്ത് ചെയ്തിട്ടുണ്ട്. ലക്ഷോപലക്ഷത്തിന്റെ ബിസിനസ് നടത്തുന്നു. പക്ഷെ ഇന്ന് വരെ ഡ്രാഫ്റ്റ് മാറാൻ വേണ്ടിയല്ലാതെ ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടില്ല, ബാങ്കിൽ ഒരു പൈസ ഇട്ടിട്ടുമില്ല, പലിശയുമായിട്ട് ജീവിതത്തിൽ ഒരിക്കലും ബന്ധപ്പെട്ടിട്ടുമില്ല. ഇവരൊക്കെ ഇപ്പോഴും ഈ ദുനിയാവിൽ ഈ 2010 ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അപ്പൊ ആ സഹോദരൻ ഇങ്ങനെയാ പറഞ്ഞേ, എന്റെ റബ്ബ് എന്നെ പരീക്ഷണത്തിന് എന്നെ തന്നെ തിരഞ്ഞെടുത്തല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഞാൻ സന്തോഷമാണ്. അത് കഴിഞ്ഞു പിന്നീട് ഒരു ദിവസം എന്റെ ഭാര്യ എന്നെ അറിയിക്കുന്നു, പേര് പറഞ്ഞിട്ട്, നമ്മുടെ ഇന്ന ആളിന്റെ ഭാര്യ ബ്ലഡ് ക്യാൻസർ ആയിട്ട് തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിലാണ്. ഞാൻ ചോദിച്ചു, എപ്പോഴാ നീ അറിഞ്ഞേ? അത് അറിഞ്ഞതായിരുന്നു. എന്താ, സാധാരണ ഏത് കൊച്ചു വിശേഷങ്ങൾ ഉണ്ടെങ്കിലും സൂഫിയോട് വിളിച്ച് സംസാരിക്കുകയും ജയിലിലെ എന്റെ വിശേഷങ്ങളൊക്കെ ദിവസവും വിളിച്ച് ചോദിക്കുകയും ഒക്കെ ചെയ്യാറുള്ള ആ സഹോദരൻ ഇടയ്ക്ക് കുറച്ചാൾ ഫോൺ ചെയ്യുന്നില്ല, വിവരമൊന്നും അറിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിക്കുന്നു, തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് ബ്ലഡ് കിട്ടാൻ സാധ്യതയുണ്ടോ? ഞാൻ ഹോസ്പിറ്റലിലാ, ക്യാൻസർ സെന്ററിലാ ഉള്ളത്, RCCയിലാ. എനിക്ക് കുറച്ച് ബ്ലഡ് കിട്ടാൻ സാധ്യതയുണ്ടോ? ഇവിടെ ആരെങ്കിലും പരിചയമുള്ളതുണ്ടോ? സൂഫിതാക്കൊന്ന് വിളിച്ച് പറയുമോ എന്ന് സൂഫിയോട് ചോദിക്കുന്നു. സൂഫി ചോദിച്ചു, ആർക്കാ അസുഖം, എന്താ പ്രശ്നം? വേറെ ആർക്കല്ല, എന്റെ ഭാര്യയ്ക്ക് ബ്ലഡ് ക്യാൻസർ ആയിട്ട് കിടക്കുക. ഇത് ഇതുവരെ എന്തേ പറയാതിരുന്നേ? ഞാൻ പറഞ്ഞില്ല, അല്ലാഹു തആല തന്ന ഒരു പരീക്ഷണമല്ലേ. അവളുടെ ഉപ്പാടെടുത്ത് പോലും സുഖമില്ലാന്നല്ലാതെ ബ്ലഡ് ക്യാൻസർ ആണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. റബ്ബ് തന്ന ഒരു പരീക്ഷണമല്ലേ, അവൻ മൂടി വെക്കുക. പരീക്ഷണങ്ങളുടെ നിധിയാണെന്നല്ലേ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാനതങ്ങ് മൂടി വെച്ചു, ആരോടും പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് ബ്ലഡ് ഇല്ലാത്ത വിഷമത്തിലാ, ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ബ്ലഡ് കിട്ടുമോ? തിരുവനന്തപുരത്ത് അവിടെയൊക്കെ കൊല്ലത്തൊക്കെയുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് അറിയാവുന്ന ഹാഷിം എന്ന് പറയുന്ന അൻവാർ വെൽഫെയറിന്റെ തിരുവനന്തപുരം ജില്ലാ ട്രഷറർ കൂടിയായ സഹോദരനെ വിളിച്ചിട്ട് സൂഫി പറഞ്ഞു. പെട്ടെന്ന് അവർ കുറച്ച് ചെറുപ്പക്കാർ പോയി ബ്ലഡൊക്കെ കൊടുത്തു. അവസാനം ആ പ്രിയപ്പെട്ട സഹോദരൻ അവിടുന്ന് അസുഖം മൂർച്ഛിച്ച് രോഗം മാറാതെ ആ ഭാര്യയെ കൊണ്ട് പോവുകയാ, വെല്ലൂരേക്ക് പോവുകയാ. വെല്ലൂര് പോയിട്ട് അന്ന് 10 ലക്ഷത്തിലധികം രൂപ ചെലവാക്കി ചികിത്സിക്കുക വെല്ലൂര്. എന്നിട്ട് വെല്ലൂരിൽ നിന്നും ആ രോഗം മാറിയില്ല. ആ പ്രിയപ്പെട്ട സഹോദരി മരിക്കുക.
ആ മരിച്ച സംഭവം അതാ ഞാൻ പറയുന്നത്. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് എനിക്ക് അതേപറ്റി സംസാരിക്കാൻ കഴിയുന്നത്. ഞാൻ നമ്മുടെ ഹൈലൈഫ് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് റമളാനിൽ UAE പോകുന്നതിന്റെ തലേ ദിവസം അവിടുന്ന് ഹൈലൈഫിൽ നിന്ന് ഇറങ്ങി അന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നോമ്പ് തുറക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടി പോയപ്പോ കൗമുദിയൊക്കെ എഴുതുന്ന ഹൈലൈഫിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റേടത്തേക്ക് പോയത്. നമ്മളെ ലക്കേരി എസ്റ്റേറ്റിലേക്ക് പോയി ഇഞ്ചി കൃഷി നടത്താൻ. അപ്പോ അങ്ങനെ ഹൈലൈഫ് കിടക്കുമ്പോൾ പോയി. എന്തായാലും ശരി, ഹൈലൈഫ് കിടക്കുമ്പോൾ ഞാൻ പോയില്ല, ഒരിക്കലും പോയിട്ടില്ല. അങ്ങനെ പോകാന്നുള്ള ഉദ്ദേശവും ഇല്ല. പോയിട്ടുണ്ടെങ്കിൽ അത് പറയുന്നതിന് മടിയില്ല. അപ്പൊ അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞാനിങ്ങനെ പിറ്റേ ദിവസം അവിടെ എത്തി നോമ്പ് തുറന്നു. ഞാൻ ഒരുപാട് പറഞ്ഞതാ, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പറഞ്ഞത്. ഈ സന്ദർഭത്തിന് പ്രാധാന്യമുണ്ട്, ഈ സന്ദർഭത്തിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നത്. ഈ ആവർത്തനം വിരസത ഉണ്ടാക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ എന്നെ കൊണ്ടുപോയി ഞാൻ ചെന്നു. നോമ്പ് തുറക്കുന്നതിന് മുമ്പ് എന്നെ മഗ്‌രിബിന് മുമ്പ് എന്നെ ഭാര്യയുടെ ഖബറിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. അപ്പൊ ആ സഹോദരൻ പോകുന്നതിന് മുമ്പ് വീട്ടിൽ വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ മരണത്തെപ്പറ്റി ഒരു വിശദീകരണം എന്നോട് പറഞ്ഞു. ആശുപത്രിയിൽ കൊണ്ടുപോയി. എന്റെ ഭാര്യ ഉസ്താദേ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ പറയുന്നതിനെതിരായി ഒരു കാര്യവും ചെയ്തിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. ഞാൻ പറയുന്നതിനെതിരായി ചിന്തിച്ചിട്ടില്ല. മരിച്ചതിന് ശേഷം ഞാൻ അവളെ എഴുതുന്ന ഒരു ഡയറി ഉണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. അവളങ്ങനെ ഡയറിയൊക്കെ എഴുതുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. മരിച്ചതിന് ശേഷം ഞാൻ ഈ ഡയറി കണ്ടെടുത്തു. അതെടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ അതിനടുത്ത് എഴുതി വെച്ചിരിക്കുന്നു, എന്റെ മോന്റെ അസുഖത്തെ പറ്റി, എന്റെ മോൻ ആ മകന്റെ രോഗം അല്ലാഹുവേ നീ മാറ്റിത്തന്നാൽ, എന്റെ മോനെ കല്യാണം കഴിക്കുന്ന ദിവസം, എന്റെ മകൻ കല്യാണം കഴിക്കുന്ന ദിവസം, എന്റെ മകൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിക്കിടുന്ന അതേ അളവിലെ സ്വർണവും അതേ രീതിയിലുള്ള വസ്ത്രവും എല്ലാം കൊടുത്തുകൊണ്ട് 10 പെൺകുട്ടികളെ ഞാൻ കെട്ടിച്ചോളാം തമ്പുരാനെ, എന്റെ മോന്റെ അസുഖം നീ മാറ്റണേ എന്ന് ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നു എന്നാ പ്രിയപ്പെട്ട സഹോദരൻ എന്നോട് പറഞ്ഞ 31ാമത്തെ വയസ്സിൽ മരിച്ച 29ാമത്തെ വയസ്സിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ആ പ്രിയപ്പെട്ട സഹോദരി. ആ സഹോദരിയെ പറ്റി പറയുന്നു. അപ്പൊ ഞാൻ ചെല്ലുമ്പോ ഉപ്പായും ഉമ്മായും ഒക്കെ എന്നെ വിളിച്ചു മാറ്റി, ഇയാളെ മാറ്റി നിർത്തിയിട്ട് എന്തിനൊക്കെ വന്ന് പറയാം, ഉസ്താദേ വളരെ ചെറുപ്പമാണ്, പെൺകുട്ടികളാ, ഒരാൺകുട്ടിയുള്ളത് ഈ അവസ്ഥയിലാ, ഞങ്ങൾക്ക് ആകെയുള്ള മോനാ, അവന്റെ ഭാര്യ മരിച്ചുപോയി, പക്ഷെ അവനൊരു കല്യാണം കഴിക്കുന്നില്ല പറഞ്ഞിട്ട്, അവനൊരു കല്യാണം കഴിക്കുന്നില്ല പറഞ്ഞിട്ട് ആരും പറഞ്ഞിട്ടോ കേൾക്കുന്നില്ല. അതുകൊണ്ട് ഉസ്താദിനെയാണ് അവൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ജീവിച്ചിരിക്കുന്ന ഒരാൾ നിങ്ങളാ, നിങ്ങളൊന്ന് പറയണം അവന്റെ അടുത്തൊരു കല്യാണം കഴിക്കാൻ. അവനൊരു കല്യാണം കഴിക്കാതെ പോയാൽ എന്താ അവന്റെ അവസ്ഥ, ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താ, ഒക്കെ വിഷമകരമല്ലേ, ഞങ്ങളൊക്കെ വയസ്സായവരല്ലേ എന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോ ഞാൻ ഇതിന്റെ ഒരു മാഹൗല് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വിളിച്ച് ഇങ്ങനെ സംഭവങ്ങളൊക്കെ തുടങ്ങുമ്പോൾ മരണത്തോട് ബന്ധപ്പെട്ട് ചരിത്രം എന്നോട് പറയുകയാ, എങ്ങനെയാ മരിച്ചത്, മരണത്തോട് ബന്ധപ്പെട്ട അസുഖമായി ഇവിടെ കൊണ്ടുപോയി തിരുവനന്തപുരത്ത്, പിന്നീട് വെല്ലൂര് കൊണ്ടുപോയി. അപ്പോഴും ഞാൻ ആരെയും കുടുംബത്തിൽ നിന്ന് വിളിച്ചില്ല, ആരെയും സഹായത്തിനും കൂട്ടിനും വിളിച്ചില്ല. ഞാൻ കൊണ്ടുപോയി അവസാനം വളരെ കഠിനമായ രോഗാവസ്ഥയിൽ ചികിത്സയെല്ലാം പരാജയപ്പെട്ടു. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ എല്ലാം നടത്തി, പക്ഷെ അതൊന്നും സക്സസ് ആയില്ല. അവസാനം എന്നോട് വന്നിട്ട് ഡോക്ടർ പറഞ്ഞു, കേറണമെങ്കിൽ കേറിയൊന്ന് കണ്ടോളൂ, മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയാ, ഇനി കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല ജീവനോട്, അതുകൊണ്ടൊന്ന് കേറി കണ്ടോളൂ എന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഭാര്യ കിടക്കുന്ന ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ അകത്തേക്ക് ചെന്ന് കയറുമ്പോൾ എന്റെ മുഖത്തേക്ക് നോക്കി കണ്ണു നിറഞ്ഞു. ആ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ബീന, ബീന എന്നാ പേര്, ബീന, ഞാൻ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ പുറത്തു തരണം, മാപ്പാക്കണം, നീ മരിക്കുന്ന പറയുന്നത്, അതുകൊണ്ട് ഉറക്ക കെലിമ ചൊല്ലിക്കോ എന്ന് പറഞ്ഞിട്ട് കണ്ണീരോടെ ഞാൻ പുറത്തിറങ്ങി. ICUവിന്റെ മുമ്പിൽ കയ്യിലിരുന്ന ടവൽ വിരിച്ചിട്ട് വിളിക്ക് നേരെ നിന്ന് ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. എന്നിട്ട് അവിടെ ഇരുന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തു, തമ്പുരാനെ, എന്റെ ഭാര്യ അതികഠിനമായ വേദന കൊണ്ട് പൊട്ടിക്കരയുകയാ, കഠിനമായ വേദന കൊണ്ട് കരയുകയാ. റബ്ബേ, എന്റെ ഭാര്യയ്ക്ക് നീ ആയുസ് നീട്ടിക്കൊടുക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ ഈ വേദന മാറ്റിയിട്ട് രോഗം നീ ശിഫയാക്കി കൊടുക്കണം തമ്പുരാനെ. എന്റെ ഭാര്യയ്ക്ക് രോഗം മാറ്റി കൊടുക്കാൻ നീ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ കെലിമ ചൊല്ലി വേഗം മരിപ്പിക്കണം തമ്പുരാനെ. ഞാൻ കൈമുത്തുന്നതിന് മുമ്പ് ഉസ്താദേ അകത്തുനിന്ന് ഒച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന കലിമ ചൊല്ലുന്നത് പുറത്തിരുന്നു കൊണ്ട് ഞാൻ കേട്ടു. ഞാൻ ചാടി എഴുന്നേറ്റപ്പോൾ സിസ്റ്റർ വന്നെന്നോട് പറഞ്ഞു ആള് മരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അകത്തേക്ക് ചാടിക്കയറി ചെല്ലുമ്പോഴേ കാളി ലോകത്തോട് വേർപെട്ടു പോയി. എന്റെ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യയുടെ സ്ഥാനത്ത് എനിക്ക് മറ്റൊരാളെ കാണാൻ കഴിയില്ല, എനിക്ക് വേറൊരു കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടാ എന്ന് പറഞ്ഞ് ഞാൻ ആ സന്ദർഭത്തിൽ അതിനുവേണ്ടി നിർബന്ധിക്കാതെ പിന്നെ പലപ്പോഴും അതിനുവേണ്ടി നിർബന്ധിക്കാൻ ഞാൻ സമയം കണ്ടെത്തി. ആ സമയത്ത് എന്നോട് ഇങ്ങനെ പറയുന്ന ആ സഹോദരനോട് ഇതെല്ലാം കേട്ടിട്ട് കണ്ണ് നിറഞ്ഞ വിഷമത്തോടെ ഞാൻ പറയുമ്പോൾ പറയാ, പക്ഷേ ഉസ്താദേ, എന്റെ ഭാര്യ വേർപെട്ടതിന്റെ വേദന അതെനിക്ക് സഹിക്കാനാവാത്ത വേദനയാ. പക്ഷേ അൽഹംദുലില്ലാഹ് ഞാൻ സന്തോഷിക്കുന്നു. ഈ പരീക്ഷണത്തിന് അല്ലാഹ് എന്നെ തന്നെ തെരഞ്ഞെടുത്തല്ല ഉസ്താദേ, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. അൽഹംദുലില്ലാഹ്. എന്നിട്ട് എന്നെ കൊണ്ട് പോയി ഖബറിലെടുക്ക ദുആ ചെയ്യാൻ. ഒരുപാട് തത്വം ഞാൻ പറഞ്ഞതാ, എന്നാലും ഞാൻ പറഞ്ഞു. ഖബറിന്റെ അടുക്കൽ ചെന്നിട്ട് ഖബറിന്റെ അടുക്കൽ ചെന്നിട്ട് ജീവിച്ചിരിക്കുന്ന ഒരാളിനോട് സംസാരിക്കുന്ന പോലെ, ദേ നോക്ക് ആരാ വന്നേന്ന്, മഅ്ദിനി ഉസ്താദാ വന്നേ, ദുആ ചെയ്യാൻ വന്നതാ, ഇങ്ങനെ പറയാണ്. ജീവിച്ചിരിക്കുന്ന ഒരാളിനോട് സുഖമില്ലാതെ കിടക്കുന്ന ആളുകളൊക്കെ കാണാൻ പോകുമ്പോൾ പറയാറുണ്ടല്ലോ, ഇതുപോലെ പറയാം. എന്നിട്ട് മോനോട് പറയുന്നു, ചെല്ലുമോനെ പോയി സലാം പറ. മോന്റെ അവസ്ഥ എന്തായി? അൽഹംദുലില്ലാഹ് മെല്ലെ മെല്ലെ നടക്കാവുന്ന അവസ്ഥയായി. കാലിന്റെ വളവൊക്കെ അല്ലാഹു തആല കുറച്ച് കൊണ്ടുവന്നു. ഇപ്പൊ ഒരു ചെറിയ ഹെൽപ്പോട് കൂടി നടക്കാവുന്ന ഓടാവുന്ന ഒക്കെ ഒരു അവസ്ഥയിൽ അവനെത്തി. അല്ലാഹു പൂർണ്ണമായും ആ പൊന്നു മോന് ശിഫ കൊടുക്കട്ടെ. അപ്പോ ആ മോനെ നമുക്ക് സലാം പറ, എന്നിട്ട് ദുആ ചെയ്ത് പോവാൻ നേരത്ത് പോയിട്ട് ആദ്യം ഇദ്ദേഹം വീട്ടിൽ പറയാ, ഞാൻ പോവാട്ടോ, നാളെ വൈകിട്ട് ഇൻഷാ അല്ലാഹ് വരാം എന്ന് പറഞ്ഞിട്ട് മോന്റെ അടുത്ത് പറയാം, മോനെ അടുത്ത് പറ നാളെ വരാന്ന് പറ, എന്നിട്ട് സലാം പറഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞ് ഖബറിന്റെ അടുക്കൽ ആ ബന്ധത്തിന്റെ ശക്തിയല്ല, ആ ബന്ധത്തിന്റെ ശക്തിയല്ല. എന്നിട്ടും പറയുന്നു, അൽഹംദുലില്ലാഹ് എന്റെ റബ്ബനെ തെരഞ്ഞെടുത്തുണ്ട്. ഞാനോ നിങ്ങളോ ആണ് ഈ അവസ്ഥയിൽ ഇങ്ങനെ പറയോ? ഇതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സ്വലാത്ത് അൻവാർ ശരീരായതുകൊണ്ട് കുറച്ച് പതുക്കെ ചെല്ലാൻ വിചാരിക്കണ്ട. ഇവിടാണ് ഏറ്റവും ഉറക്ക ചെല്ലേണ്ടത്. കാരണം ഇവിടുന്നാണ് ഈ ഉറക്ക ചെല്ലിക്കൽ നമ്മൾ ആരംഭിച്ചത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ഈ ഇരിക്കുന്ന ഈ സദസ്സിന് ഒത്ത അവസ്ഥയിലായില്ല. ഒരു നല്ല സ്വലാത്ത്, ഉറക്കെ ഒരു സ്വലാത്ത്, അതിന് വലിയ ശക്തിയുണ്ട്. അൽഹംദുലില്ലാഹ് മുഹമ്മദ് മുസ്തഫ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പരീക്ഷണങ്ങൾ സത്യവിശ്വാസികൾക്ക് 3 നിലയിലാണ് വരുന്നത്. 3 നിലയിലാണ് സത്യവിശ്വാസികൾ മനുഷ്യരതിനെ സമീപിക്കുന്നത്. 3 രീതിയിലാണ് അവരിൽ അത് പ്രതിഫലിക്കുന്നത്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്റെ റബ്ബനെ തന്നെ പരീക്ഷണത്തിന് തെരഞ്ഞെടുത്തല്ലോ, അൽഹംദുലില്ലാഹ് ഞാനതിൽ സന്തോഷിക്കുന്നു. 2, എന്തായാലും ഈ പറഞ്ഞ കൂട്ടത്തിൽ പെടാനും വേണ്ടിയുള്ള അവസ്ഥ നമുക്ക് അല്ലാഹു തന്നിട്ടില്ല, അല്ലാഹു അങ്ങനെ തെരുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ എന്താ, പരീക്ഷണങ്ങൾ വരുമ്പോൾ എന്തായാലും പടച്ചോൻ തന്ന പരീക്ഷണമാ, ഞാനിത് അഭിമുഖീകരിച്ചേ പറ്റുള്ളൂ. ഈ പരീക്ഷണത്തിന്റെ പേരിൽ എന്റെ മനസ്സങ്ങോട്ട് വിഷമിച്ച് ദുഃഖിച്ച് ഞാനാകെ പേടിച്ചു പോയാൽ ആ ദുഃഖവും പേടിയും വിഷമവും ഞാൻ അനുഭവിക്കണം, ഒപ്പം ഈ പരീക്ഷണവും ഞാൻ അനുഭവിക്കണം. അതുകൊണ്ട് ദുഃഖിക്കുന്നില്ല ഞാൻ, പ്രതിഷേധിക്കുന്നില്ല ഞാൻ. എന്തിനാ പടച്ചോൻ ഇങ്ങനെ ചെയ്തതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. റബ്ബ് തന്നതാണ്, എന്റെ റബ്ബ് തന്നത് ഞാൻ സ്വീകരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് സ്വീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല, ഞാനത് സ്വീകരിക്കുകയാണ് എന്ന മാനസികാവസ്ഥ ഉണ്ടാകുന്നവർക്ക് ആദ്യം പറഞ്ഞവരെ പറ്റി പറഞ്ഞു, അവർക്ക് അല്ലാഹു തആല പരീക്ഷണങ്ങളെ അനുഗ്രഹമാക്കും, എന്നിട്ട് അവർക്ക് അല്ലാഹു തആല പരലോകത്ത് പദവികൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ കൂട്ടർ അല്ലാഹു തആല റസൂലുള്ള പറഞ്ഞു, പരീക്ഷണം വരുന്നത് എന്റെ റബ്ബ് തന്നതാണ്, ഞാൻ സ്വീകരിക്കുകയാ, വേറെ വഴിയില്ല, പടച്ചവനോട് പ്രതിഷേധിച്ചിട്ടോ ദുഃഖിച്ചിട്ടോ കാര്യമില്ല. അങ്ങനെ പരീക്ഷണത്തെ കാണാൻ കഴിയുന്ന രണ്ടാമത്തെ വിഭാഗം, അതിന്റെ പേരിൽ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോകാത്തവർ, മനസ്സ് സമാധാനത്തോടെ ആ പരീക്ഷണത്തെ നേരിടാൻ കഴിയുന്നവർ, അങ്ങനെ ആകുന്ന വിഭാഗം. ആ രണ്ടാമത്തെ വിഭാഗത്തിന് ആ പരീക്ഷണം കാരണം അല്ലാഹു തആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടുന്നതാണ്. ആ പരീക്ഷണം അവന്റെ പാപമോചനത്തിന് കാരണമാകുന്നതാണ്. ആ വിഭാഗത്തിലെങ്കിലും വിനീതനായ മഅ്ദിനി പെടണ്ടേ, ആ വിഭാഗത്തിലെങ്കിലും എന്റെ മുന്നിരിക്കുന്ന സഹോദരങ്ങൾ പെടണ്ടേ. പരീക്ഷണങ്ങൾ അങ്ങ് വരുമ്പോഴേക്ക് നമ്മൾ മനസ്സ് വിട്ട്, നിയന്ത്രണം വിട്ട്, മനസ്സിന്റെ
സർവ്വ നിയന്ത്രണങ്ങളും വിട്ട് മാനസികമായ ബുദ്ധിമുട്ടുകളിലേക്ക്, അസ്വസ്ഥതകളിലേക്ക്, പരിഭ്രാന്തിയിലേക്ക്, അനിയന്ത്രിതമായ അവസ്ഥയിലേക്ക് എത്തിപ്പോകാൻ പാടില്ല. റബ്ബ് തന്നതാണ്, ഞാൻ സ്വീകരിക്കുന്നു, വേറെ വഴിയില്ല. ഇങ്ങനെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അത് പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് കാരണമാകും. സർവാധിനാഥനായ തമ്പുരാനെ, ആ കൂട്ടത്തിലെങ്കിലും ഞങ്ങളെ നീ പെടുത്തണം നാഥാ. ഞങ്ങളുടെ പാപമോചനത്തിന്, ഞങ്ങളുടെ പരീക്ഷണങ്ങളിൽ കാരണമാക്കണം തമ്പുരാനെ. മൂന്നാമത്തെ വിഭാഗം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ വിഭാഗം പരീക്ഷണങ്ങൾ അവന് ദുനിയാവിലും അവാബാണ്, ആഖിറത്തിലും അവാബാണ്. പരീക്ഷണം കാരണം ദുനിയാവിൽ അവൻ എന്റെ റബ്ബ് എന്തിനിങ്ങനെ ചെയ്തു, എന്റെ പടച്ചോൻ എന്തിനാ ഇങ്ങനെ ചെയ്തത്, ഞാൻ എന്ത് ചെയ്തിട്ടാ എനിക്കിങ്ങനെ വരുന്നത്, എനിക്ക് തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന എന്താ, എന്നെ തന്നെ പടച്ചോൻ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, ഒരു കാലനിക്ക് പോയില്ലേ, എന്നിട്ട് പടച്ചോന് നിർത്തിക്കൂടെ, പിന്നെ 10 കൊല്ലം എന്നെ കോയമ്പത്തൂരിട്ടില്ലേ, എന്നാലെങ്കിലും പടച്ചോന് നിർത്തിക്കൂടെ, എന്തിനാ പടച്ചോൻ ഇങ്ങനെ എന്നെ പരീക്ഷിക്കുന്നത്. ഇങ്ങനെ പടച്ചോനോട് പരിഭവമാകുന്ന, പടച്ചവനോട് അല്ലാഹുവേ നീ എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് പടച്ചവനോട് അസ്വസ്ഥമാകുന്ന, എനിക്കിങ്ങനെ വന്നുപോയല്ലോ എന്നോർത്തിട്ട് സമാധാനമില്ലാത്ത അവസ്ഥയുണ്ടാകുന്ന, റബ്ബിന്റെ വിധിയിൽ സമാധാനിക്കാൻ പറ്റാത്ത, റബ്ബിന്റെ വിധിയിൽ അസ്വസ്ഥമാകുന്ന അവസ്ഥ, അങ്ങനെ പരീക്ഷണത്തെ കാണുന്നവന് ദുനിയാവിലും ആ പരീക്ഷണം അദാബാണ്, ആഖിറത്തിലും അദാബാണ്. മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ആ കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, നമ്മൾ പെട്ടുപോകരുത്. കാത്തുരക്ഷിക്കട്ടെ, ഒന്നിന്റെ പേരിലും പെട്ടുപോകരുത്. ഇപ്പൊ കോയമ്പത്തൂർ, ബാംഗ്ലൂരിൽ കേസ് വന്നതിന്റെ പേര് മാത്രമല്ല, വീട്ടിൽ ചിലപ്പോ പശു പെട്ടെന്ന് രാവിലെ നോക്കിയപ്പോ ചത്തു കിടക്കുന്നുണ്ടാവും. രാവിലെ നോക്കുമ്പോഴത്തേക്ക് മോന് ഭയങ്കര പനി, ഇന്നലെ എങ്ങോട്ട് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ചികിത്സ കഴിഞ്ഞ് കൊണ്ടുവന്ന് ഒരുവിധം ഒന്ന് ശരിയായി 12,000 5,000 രൂപ ബില്ലടച്ച് കൊണ്ടുവന്ന്, കടം വാങ്ങി ബില്ലടച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോ പിറ്റേ ദിവസം നോക്കുമ്പോൾ വേറൊരു അസുഖം തുടങ്ങിയിരിക്കുന്നു. എന്തിനാ എന്റെ പടച്ചവൻ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന, ഞാൻ എന്ത് ചെയ്തിട്ടാ എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ചാൽ പരീക്ഷണമാണ്. റബ്ബിലേക്കല്ലാതെ എങ്ങോട്ടും മടങ്ങാനില്ല. റബ്ബിലേക്കല്ലാതെ എങ്ങോട്ടും നമുക്ക് മടങ്ങാനില്ല. നമുക്ക് മടങ്ങാനുള്ള നമ്മുടെ പടച്ചവനിലേക്കാണ്. ഞാൻ കഴിഞ്ഞ ജുമായിക്ക് പറഞ്ഞു, ഒരു വലിയ മഹാനായ ഒരു വലിയ അല്ലാഹുവിനെ എപ്പോഴും ഇബാദത്ത് പാതിരാത്രികളിൽ കൊടും തണുപ്പത്ത്, കൊടും ശൈത്യത്തിൽ തണുത്ത ഐസ് കട്ട പോലുള്ള വെള്ളം എടുത്തു കൊണ്ടുവന്നിട്ട് ഒന്നു ചെയ്തിട്ട് ഇങ്ങനെ നിസ്കരിക്കുക. ഒരു ദിവസം കൊടും തണുപ്പിൽ തണുത്ത വെള്ളമെടുത്ത് കൊണ്ടുവന്ന് ഒന്നുവെടുത്ത് വിറച്ച് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിസ്കരിച്ചു കഴിഞ്ഞ് സലാം വിട്ടിട്ട് ഇങ്ങനെ ദുആ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ശരീരം, എന്തിനാ ഈ തണുപ്പ് സഹിക്കുന്നത്, എന്തിനാണ് ഈ തണുത്ത വെള്ളം ഇങ്ങനെ ഉപയോഗിച്ച് നീ ബുദ്ധിമുട്ടുന്നത്, എന്തിനാണ് ഈ പാതിരാത്രികൾ നഷ്ടപ്പെടുത്തുന്നത്, നീ ചെയ്യുന്ന ഒരു ഇബാദത്തും സ്വീകരിക്കുന്നില്ല, ഒരു അമലും സ്വീകരിക്കുന്നില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ഇവരൊന്നും കേട്ടതുപോലെ നടിച്ചില്ല, ദുആ ചെയ്തു പോയി. പിറ്റേ ദിവസവും പാതിരാത്രിയിൽ തുറന്ന പ്രദേശത്തേക്ക് വന്ന് തണുത്ത വെള്ളം കൊണ്ടുവന്ന് ഒതുവെടുത്തിട്ട് വീണ്ടും ഇങ്ങനെ നമസ്കാരം സലാം വീട്ടി കഴിഞ്ഞപ്പോൾ വീണ്ടും അശരീരി കേൾക്കുന്നു, എന്തിനായി കഷ്ടപ്പാട്, ഈ പാതിരാത്രി മൊത്തം ഇങ്ങനെ ഈ തണുപ്പ് കൊള്ളുന്നത് എന്തിനാ ഈ തണുത്ത വെള്ളം കൊണ്ട് ശരീരം ഇങ്ങനെ ഐസ് പോലെ തണുത്ത ഈ വെള്ളം കൊണ്ട് എന്തിനാ വിറപ്പിക്കുന്നത്, എന്ത് ബുദ്ധിമുട്ടിയിട്ട് എന്താ കാര്യം, ഒരു കാര്യവും സ്വീകരിക്കുന്നില്ല, ഒരു ഇബാദത്തും സ്വീകരിക്കുന്നില്ല, ഒരു അമലും സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് എന്തിനായി ബുദ്ധിമുട്ടുന്നത്. അപ്പോഴും ഒന്നും മിണ്ടിയില്ല, കാര്യമായ റബ്ബിനോട് ദുആ ചെയ്തിട്ട് വീണ്ടും പോയി. അതാ മൂന്നാമത്തെ ദിവസവും ഇങ്ങനെ വന്നിട്ട് ഒളൂ ചെയ്തിട്ട് നമസ്കരിച്ചിട്ട് വീണ്ടും ദുആയിക്കിരിക്കുമ്പോൾ, മൂന്നാമത്തെ ദിവസവും ഈ അശരീരി വരുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞിട്ട് ചോദിക്കുക, എന്റെ റബ്ബ് സ്വീകരിച്ചില്ലെങ്കിൽ എന്റെ റബ്ബ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സ്വീകരിക്കാതിരിക്കാം, അതിനുള്ള അവകാശം അവനുണ്ട്. ഞാൻ എന്ത് ചെയ്താലും എന്റെ റബ്ബിനെ സ്വീകരിക്കാതിരിക്കാം, പക്ഷേ ഞാൻ എന്റെ റബ്ബിലേക്കല്ലാതെ വേറെ ആരിലേക്കാ മടങ്ങാനുള്ളത്. എനിക്കെന്റെ റബ്ബിന് വേണ്ടിയല്ലാതെ ആർക്ക് വേണ്ടിയാ ഇബാദത്ത് ചെയ്യാനുള്ളത്, എന്റെ റബ്ബിന് വേണ്ടിയല്ലാതെ ആർക്ക് വേണ്ടിയാ ഉറക്കമൊഴിയാനുള്ളത്, ആർക്ക് വേണ്ടിയാ ഞാൻ അമൽ ചെയ്യാനുള്ളത്. എന്റെ പടച്ചോന് വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ സ്വീകരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. അതാ അതിസുന്ദരമായ ശബ്ദത്തിൽ അശരീരി ഇതുവരെ സംഭവിച്ച സർവാപാകതകളും മാപ്പാക്കി ഇന്നുവരെ ചെയ്ത സർവ അമലുകളും കബൂലാക്കിയിരിക്കുന്നു. ആ മനസ്സാണ്
ആ മനസ്സാണ്. എന്ത് സംഭവിച്ചാലും എനിക്ക് എന്റെ റബ്ബിലേക്കല്ലാതെ വേറെ എങ്ങോട്ടും മടങ്ങാനില്ല. ഉണ്ടോ? എന്റെ പടച്ചവനിലേക്കല്ലാതെ എനിക്ക് എങ്ങോട്ടും മടങ്ങാനില്ല. എന്റെ റബ്ബിലേക്കാണ് എനിക്ക് മടങ്ങാനില്ല. ആ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? ഏറ്റവും അല്ലാഹുവിന് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികൾ ഞാൻ പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ളതാ, മറ്റു പലരും പ്രസംഗിച്ച് കേട്ടിട്ടുള്ളതാ. 2 തുള്ളികൾ. ഏതാ? ഒരു തുള്ളി അസത്യത്തിനെതിരെ, അധർമ്മത്തിനെതിരെ, അനീതിക്കെതിരെ, ധിക്കാരത്തിനെതിരെ പടപൊരുതുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ പടപൊരുതുന്നതിന്റെ പേരിൽ, ഭരണകൂട ഭീകരതയ്ക്കെതിരെ ശബ്ദിക്കുന്നതിന്റെ പേരിൽ, അസത്യത്തിനെതിരെ ശബ്ദിക്കുന്നതിന്റെ പേരിൽ, അനീതിക്കെതിരെ ശബ്ദിക്കുന്നതിന്റെ പേരിൽ, ഭരണകൂട ഭീകരതയുടെയോ മേലാള വർഗത്തിന്റെയോ സാമ്രാജ്യത്വ ശക്തികളുടെയോ വാളിനിരയായി, അവരുടെ വെട്ടിനിരയായി, അവരുടെ കത്തിക്കരയായി ഒതുക്കപ്പെടുന്ന രക്തസാക്ഷിയുടെ ശരീരത്തിൽ നിന്ന് വീഴുന്ന രക്തത്തുള്ളി. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഈ ദുനിയാവിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട തുള്ളികളിൽ ആദ്യത്തെ തുള്ളി അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ വെട്ടിമുറിക്കപ്പെട്ടപ്പോൾ, രക്തസാക്ഷിയായപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് തെറിക്കുന്ന രക്തത്തുള്ളിയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തുള്ളി. അല്ലാഹുവിന് ദുനിയാവിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട തുള്ളി. അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല മക്കളെ, അങ്ങനൊന്നും കരുതണ്ട. നഷ്ടമൊന്നുമില്ല. അല്ലാഹുവിന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതുകൊണ്ടാ പലസ്തീന്റെ തെരുവോരങ്ങളിൽ പിടഞ്ഞു മരിക്കാൻ പൊന്നോമന മക്കൾ തയ്യാറാകുന്നത്. അതുകൊണ്ടാ അപ്പുറത്തു നിന്ന് സ്കഡ് മിസൈലുകളുമായിട്ടും മറ്റത്യന്താധുനിക മിസൈലുകളുമായും സമീപിക്കുന്നവരുടെ മുന്നിൽ ആദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി കൊച്ചു കൊച്ചു കൽശീലുകൾ കൊണ്ട്, കരിങ്കൽ കഷണങ്ങൾ കൊണ്ട് പോരാടിരിക്കാൻ പലസ്തീന്റെ 10,000-കണക്കിന് പൊന്നോമന മക്കൾ തയ്യാറാകുന്നത്. അതുകൊണ്ടാ രക്തസാക്ഷിത്വത്തെ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്നത്, പാൽപുഞ്ചിരിയോടെ സ്വീകരിക്കുന്നത്. ആ രക്തസാക്ഷിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന രക്തത്തുള്ളിക്ക് അല്ലാഹു ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആദ്യത്തെ തുള്ളിയാണ്. 2ാമത്തെ തുള്ളി ഏതാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ, പടച്ച തമ്പുരാന്റെ മുന്നിൽ ദുആ ചെയ്യുമ്പോൾ, തന്റെ വിഷമങ്ങൾ പറയുമ്പോൾ, തന്റെ അപരാധികൾ പറയുമ്പോൾ, താൻ ചെയ്ത കുറ്റങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ, തന്നീന്ന് വന്നുപോയ അപാകതകളെ പറ്റി ഓർക്കുമ്പോൾ, നിറഞ്ഞൊഴുകുന്ന കണ്ണിൽ നിന്ന്, നിറഞ്ഞു വരുന്ന കണ്ണിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന കണ്ണീർ തുള്ളി അല്ലാഹുവിന്റെ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2ാമത്തെ തുള്ളി അതാണ്. എന്റെയും നിങ്ങളുടെയും കണ്ണ് നിറഞ്ഞൊഴുകുന്ന കണ്ണീർ തുള്ളി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. കേരളത്തിലെ